सच्चिदानन्दविग्रहं सदा सुस्मेरवदनं बालकृष्णं नमाम्यहं। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। नारायणं पद्मभुवं वसिष्ठं शक्तिं च तत्पुत्रपराशरं च व्यासं शुकं गौडपदं महान्तं गोविन्दयोगीन्द्रमथास्य शिष्यं श्रीशङ्कराचार्यमथास्य पद्मपादं च हस्तामलकं च शिष्यं तं तोडकं वार्तिककारमन्यान् अस्मद्गुरून् सन्ततमानतोऽस्मि. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമ്മൾ ഇന്നലെ 2 കഥ പറഞ്ഞത് എനിക്ക് അങ്ങോട്ട് പൂർണ്ണമായി തൃപ്തി വന്നില്ല, അത് ശരിയായില്ല. അപ്പോൾ അത് ശരിയായിട്ട് ചില ചെറിയ ഭേദഗതികളോടുകൂടെ കറക്റ്റായിട്ട് പറയാം. ചെറുത്തൊണ്ട നായനാർ മകനെ പാചകം ചെയ്ത് ഭക്ഷണമാക്കി കൊടുത്തുവല്ലോ ഒരു ശിവയോഗിക്ക്. അതിലെ ഒരു ശിവയോഗി ചെറുത്തൊണ്ട നായനാരുടെ വീട്ടിലെത്തുകയും അദ്ദേഹം ആവശ്യപ്പെടുന്നത് പിള്ളൈക്കറി വേണം എന്നാണ്. എന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികളുടെ മാംസം, ഒരു കുട്ടിയുടെ മാംസം കൊണ്ട് ഉണ്ടാക്കിയ കറി വേണം എന്നാണ്. നിന്റെ മകനെ കൊണ്ടുവരുമെന്നല്ല പറഞ്ഞത്, ഒരു കുട്ടിയുടെ, അതായത് നല്ല ഇളം മാംസം. നമ്മുടെ എല്ലാം അങ്ങനെയാണല്ലോ, ചിക്കൻ. അപ്പോൾ അതുപോലെ പിള്ളൈക്കറി വേണം എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഈ ചെറുത്തൊണ്ട നായനാർ തൻ്റെ 9-10 വയസ്സ് പ്രായമുള്ള കുട്ടിയെ കൊന്ന് അത് ഭാര്യയുടെ അടുത്ത് പറയാതെ അവരെ കൊണ്ട് തന്നെ പാചകം ചെയ്യിച്ച് അത് ഇലയിൽ വിളമ്പി. അപ്പോൾ ഇദ്ദേഹം കഴിക്കുന്നതിന് മുമ്പ് പറഞ്ഞു, നിങ്ങളുടെ മകനെ വിളിക്കൂ എന്ന് പറഞ്ഞു. സ്വന്തം മകനെയാണ് കറി വെച്ച് തന്നത് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പരിഭ്രാന്തനായി എന്ത് പറയണമെന്നറിയാതെ വിഷമിച്ചിരിക്കുകയാണ്. അവസാനം ഗത്യന്തരമില്ലാതെ പറഞ്ഞു, എൻ്റെ മകനെയാണ് ഞാൻ പാചകം ചെയ്ത് കൊണ്ട് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാരമില്ല, നിങ്ങൾ വിളിക്കെന്ന് പറഞ്ഞു. അപ്പോൾ മോൻ്റെ പേര് പറഞ്ഞു, അല്ലെങ്കിൽ മോനെ എന്ന് വിളിച്ചു. വിളിച്ചപ്പോൾ ആ കുട്ടി ഉള്ളിൽ നിന്ന് ഓടി അടുത്തെത്തി എന്നാണ് കഥ. ആ വന്നയാൾ സാക്ഷാത് പരമേശ്വരനായിരുന്നു എന്നുള്ളത്. ഇനി പുട്ടിന് വേണ്ടി മണ്ണ് ചുമക്കുന്ന ഒരു കഥ പറഞ്ഞു. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ആ മണ്ണ് ചുമക്കുന്നതെന്ന് ചോദിച്ചാൽ ഈ മധുരയിൽ നടന്ന കഥയാണ്. അപ്പോൾ വൈഗ നദി മധുരയിലൂടെ ഒഴുകുന്നതാണ്. ആ വൈഗയിൽ ധാരാളം വെള്ളം വരും, വെള്ളപ്പൊക്കം. അപ്പോൾ കരകവിഞ്ഞ് ഒഴുകുകയാണ്. അപ്പോൾ അവിടെ ഒരു ബണ്ട് നിർമ്മിക്കാൻ വേണ്ടി ആ വെള്ളം ഇരുവശത്തുമുള്ള ഗ്രാമങ്ങളിൽ വ്യാപിക്കാതിരിക്കാൻ വേണ്ടി മണ്ണ് കൊണ്ടിട്ട് നികത്തണം. അപ്പോൾ അവിടുത്തെ രാജാവ് ആജ്ഞാപിച്ചു, ഓരോ വീട്ടിൽ നിന്നും കുറഞ്ഞത് ഒരാളെങ്കിലും ഇത്ര കുട്ട മണ്ണ് ഒഴുകുന്ന വെള്ളത്തിൻ്റെ ഒഴുക്ക് തടയാൻ വേണ്ടി കൊണ്ടിടണം എന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിന് ഒരാൾ എന്നുള്ള കണക്കിൽ വേണം എന്ന് രാജാവ് ഉത്തരവിറക്കിയപ്പോൾ അവിടെ ഒരു വയസ്സായ അമ്മൂമ്മ ഉണ്ടായിരുന്നു ഒരു വീട്ടിൽ. അവർ മാത്രമാണ്, അവർ ഈ പുട്ട് വിറ്റ് ഉപജീവന മാർഗം നടത്തുന്ന ഒരു സ്ത്രീയായിരുന്നു. അവരാണ് ശിവഭക്ത എന്ന് ചിലർ പറയുന്നു. ആ രാജ്യത്തെ രാജാവാണ് വലിയ ശിവഭക്തൻ. എന്തോ ഈ 2 പേരിൽ ആരോ ഒരാൾക്ക് വേണ്ടിയാണ്, ഒരാളെ തൻ്റെ സർവ്വവ്യാപിത്വം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് പരമേശ്വരൻ ഒരു കുട്ടിയുടെ വേഷത്തിൽ വന്നത്. അപ്പോൾ ഈ അമ്മൂമ്മയുടെ വീട്ടിൽ വേറെ ആരുമില്ല. അപ്പോൾ ഓരോ വീട്ടിൽ നിന്നും ഓരോ ആള് വേണം, ഇത്ര കുട്ട മണ്ണ് ആ നദിയിൽ കൊണ്ടുവന്ന് ഇടണം, അതിൻ്റെ വെള്ളം കരകവിഞ്ഞ് ഇങ്ങോട്ട് കയറാതിരിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ സാക്ഷാത് പരമേശ്വരൻ തന്നെ ഒരു 10-12 വയസ്സുള്ള കുട്ടിയുടെ വേഷം ധരിച്ച് ഈ അമ്മൂമ്മയുടെ അടുത്ത് വന്നു. അപ്പോൾ മോനെ, നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ? കുറേ കുട്ട മണ്ണ് അവിടെ കൊണ്ടിടണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി പറഞ്ഞു, എനിക്കെന്താ പ്രതിഫലം തരുന്നതെന്ന്? എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, ഞാൻ ഈ പുട്ടുണ്ടാക്കി വിറ്റ് ഉപജീവനം കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു കാര്യം ചെയ്യുക, ഈ പുട്ടുണ്ടാക്കുമ്പോൾ എല്ലാം മുഴുവനായിട്ട് കിട്ടില്ല, ചിലതൊക്കെ പൊടിഞ്ഞു പോകും. പൊടിഞ്ഞു പോകുന്ന പുട്ടൊക്കെ നിനക്ക് എന്ന് പറയും. അപ്പോൾ ഭഗവാന്റെ ഒരു ലീലയാണ്, ഈ അമ്മൂമ്മ ഉണ്ടാക്കുന്ന എല്ലാ പുട്ടും പൊടിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അത് മുഴുവൻ ഈ കുട്ടിക്ക് വേണ്ടി അവർ മാറ്റിവെക്കും. ഇത് വന്നിരിക്കുന്നത് സാക്ഷാത് പരമേശ്വരനായതുകൊണ്ട് അദ്ദേഹം തൻ്റെ കൃത്യം അതിവേഗത്തിൽ പൂർത്തിയാക്കിയിട്ട് ഞാൻ ഇത്ര കൂട്ടം മണ്ണ് കൊണ്ടിട്ടു, അതുകൊണ്ട് എനിക്ക് ആ പുട്ട് തരും. അപ്പോൾ അമ്മൂമ്മ ആ ഉതിർന്ന പുട്ടൊക്കെ കൊടുത്തു, അത് കഴിച്ചു, തൻ്റെ കൃത്യം നിർവഹിച്ചു കഴിഞ്ഞു, വയറ് നിറഞ്ഞു. ഇനിയിപ്പോൾ എന്താ, കിടന്നുറങ്ങുക തന്നെ. അവിടെ ഒരു സൈഡിൽ ഉറക്കമായി. അപ്പോഴാണ് രാജാവും പരിവാരങ്ങളും വന്നത്. അപ്പം ഇദ്ദേഹം തൻ്റെ കൃത്യം ചെയ്ത് തീർത്തതിന് ശേഷമാണ് ഉറങ്ങുന്നത് ഈ കുട്ടി എന്നുള്ള കാര്യം രാജാവ് അറിയുന്നില്ല. എല്ലാവരും പണിയെടുക്കുകയാണ്, നാട്ടിലുള്ള സകല പ്രജകളും പണിയെടുക്കുകയാണ്.
ഇവിടെ ഒരു ചെറുപ്പക്കാരനല്ല, ഒരു കുട്ടി, അയാൾ അലസനായി കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ആ കുട്ടിയെ ശിക്ഷിക്കണം എന്ന് വിചാരിച്ച് ചൂരൽ കൊണ്ട് ആ കുട്ടിയുടെ മുതുകത്തടിച്ചു. അപ്പോഴാണ് ആ അടി ലോകത്തിലുള്ള സകല ജീവരാശികൾക്കും കിട്ടിയത്. അതിൽ അടിച്ച രാജാവിൻ്റെ മുതുകത്തും ഒരടി കിട്ടി, ബ്രഹ്മ വിഷ്ണു ഇന്ദ്രാദികൾ എല്ലാവർക്കും ഓരോ അടി കിട്ടി, ലോകത്തിലുള്ള സർവ്വചരാചരങ്ങൾക്കും ഓരോ അടി കിട്ടി. എന്തിനാണ് ഈ കഥ എന്ന് ചോദിച്ചാൽ, ഭഗവാൻ എല്ലാ ശരീരങ്ങളിലും കുടികൊള്ളുന്നു, ഭഗവാന്റെ സർവ്വവ്യാപിത്വം വെളിവാക്കാൻ വേണ്ടിയാണ് ഈ കഥ പറഞ്ഞത്. ആ രാജാവ് അല്ലെങ്കിൽ ആ അമ്മൂമ്മ, ഇതിൽ ആരോ ഒരാളാണ് ശിവഭക്തിയിൽ മികച്ചു നിൽക്കുന്നയാൾ, അതെന്തോ ആയിക്കൊള്ളട്ടെ. അപ്പം ആ ശിവന്റെ സർവ്വവ്യാപിത്വം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ശിവലീല നടത്തിയതാണ് എന്നാണ് ആ കഥ. നമുക്കിനി 10ാമത്തെ അധികാരത്തിലേക്ക് കടക്കാം. അവസാനത്തെ അധികാരമാണ് ഒഴിവിനൊടുക്കത്തിലെ നിലയിയൽബ്. നിലയിയൽബ്, നിലൈ എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ നില, അവസ്ഥ. ഇയൽബ് എന്ന് പറഞ്ഞാൽ സ്വഭാവം. ഏത് നിലയുടെ സ്വഭാവമാണ്? ആത്മനിഷ്ഠ. ആത്മനിഷ്ഠയുടെ സ്വഭാവം, അല്ലെങ്കിൽ ഒരു ആത്മജ്ഞാനിയുടെ ഉള്ളിലെ ഭാവം, ആ ആത്മജ്ഞാനത്തിന്റെ തരം, നില, അതിനെയാണ് ഈ അധികാരത്തിൽ വർണ്ണിക്കുന്നത്. അറിയാർ വഴികേട്ടറിந்து നടക്ക അറിവാർ അറിവെன்றറിയാർ മറയാ കുടയിരിക്ക താമേ കുതിത്തും കടந்துം അടർമഴയ്ക്കേ വാരവർ പോൽ വാർ. അറിയാർ വഴികേട്ട് അറിந்து നടക്ക. നമുക്കൊരു സ്ഥലത്ത് പോകണം, വഴി അറിയില്ല, നമ്മൾ ആർക്കെങ്കിലും ചോദിക്കുകയല്ലേ ചെയ്യുക, എനിക്ക് ഇന്ന സ്ഥലത്ത് പോകണം, ഏതിലെയാ പോകേണ്ടത്? അപ്പോൾ വഴി അറിഞ്ഞുകൂടാത്തവർ വഴി കേട്ട് അറിந்து, വഴി ചോദിച്ചറിഞ്ഞ്, വഴി നിശ്ചയമുള്ളവരുടെ അടുത്ത് ചോദിച്ചറിഞ്ഞ് നടക്കുമ്പോൾ, മുന്നോട്ട് പോകുമ്പോൾ അറിവാർ, അറിയും എന്ന് പറഞ്ഞാൽ അവിടെ ലക്ഷ്യസ്ഥാനത്തെത്തുമെന്നാണ്. ഇവിടെ ബ്രഹ്മജ്ഞാനമില്ലാത്ത ലൗകികന്മാർ ബ്രഹ്മജ്ഞാനികളുടെ അടുത്ത് ചെന്ന് എങ്ങനെയാണ് ബ്രഹ്മജ്ഞാനം നേടേണ്ടത് എന്നുള്ള കാര്യം കേട്ട് മനസ്സിലാക്കി അവർ നിർദ്ദേശിക്കുന്ന വഴിയിലൂടെ മുമ്പോട്ട് പോയി അവർ കണ്ടെത്തിയ സത്യത്തെ കണ്ടെത്തുന്നു. ഇതാണ് മാർഗം. ആത്മസാക്ഷാത്കാരം നേടാത്ത ഒരാൾക്ക് വേറൊരാൾക്ക് എങ്ങനെയാ വഴി കാണിച്ചു കൊടുക്കാൻ കഴിയുക? ആദ്യം നമ്മൾ അവിടെ ചെല്ലണം. നമ്മൾ കഴിക്കാത്ത ഒരു ആഹാരത്തിന്റെ രുചി വേറൊരാളെ പറഞ്ഞു കേൾപ്പിക്കാൻ പറ്റും. അതിന്റെ ബാഹ്യമായ വർണ്ണനയാവാം, അത് കണ്ടാൽ ഇങ്ങനെ ഇരിക്കും, ഇന്ന നിറമാണ്, ഖരമാണോ ദ്രാവകമാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയാം. പക്ഷെ അതിന്റെ ടേസ്റ്റ്, രുചി എന്ത് എന്ന് അത് കഴിച്ചു നോക്കാതെ വേറൊരാളോട് എങ്ങനെ പറയാൻ പറ്റും? അറിയാർ വഴികേട്ട് അറിந்து നടക്ക അറിവാർ. അങ്ങനെയാണ് ഈ ആത്മാവിനെ അറിയുക. അറിവെன்றറിയാർ എന്ന് പറഞ്ഞാൽ വേറൊരാള് പറഞ്ഞു തന്ന വഴിയിലൂടെ നാം നടന്ന് ലക്ഷ്യത്തോടടുക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ വഴി കാണിച്ച് തന്നവനെ നമ്മൾ മറന്നുപോകും. എപ്പോഴും അങ്ങനെയാണ്. ആരാണോ തനിക്ക് ഈ വഴി പറഞ്ഞു തന്നത് അയാൾ നമ്മുടെ സ്മരണയിൽ നിന്ന് അപ്രത്യക്ഷമാകും. പലപ്പോഴും നമ്മൾ അയാളുടെ പേര് പോലും ചോദിക്കാറില്ല. ഇതിലെ പോകുന്ന വഴി ഏത് വഴിയാണ് പോകേണ്ടത് എന്ന് മാത്രമേ ചോദിക്കൂ. അയാൾ വഴി കാണിച്ചു തരും, നമ്മൾ പോവും. അറിവെன்றറിയാർ. ഈ അറിവിന്റെ മാർഗത്തിലൂടെ, ജ്ഞാനമാർഗത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഈ അറിവ് മറ്റൊരാളിൽ നിന്ന് കിട്ടിയതാണെന്ന് ഇവർ മറന്നുപോകുന്നു. അത് പാടില്ല, അത് പാടില്ല. ആ വഴി കാണിച്ച് തന്നയാളിനോട് നമുക്ക് ആജീവനാന്തം കൂറും കടപ്പാടും ഉണ്ടാവും. സാധാരണ വഴി കാണിക്കലാണോ? ജനനമരണ രൂപമായ സംസാരത്തിന്റെ മറുകരയിൽ എത്താനുള്ള വഴിയാണ് ഒരു ആത്മജ്ഞാനി നിർദ്ദേശിക്കുന്നത്. അപ്പോൾ അയാളോട് നമുക്ക് തീർത്താൽ തീരാത്ത കടപ്പാടുണ്ട്. മറന്നുപോയി. എനിക്കിത് ആദ്യം ഈ സത്യം ആരാണ് ഉപദേശിച്ചു തന്നത്? അത് ഞാൻ ഒരിക്കൽ ഹരിദ്വാറിലോ ഋഷികേശിലോ പോയപ്പോൾ ഒരു സ്വാമിജി, അദ്ദേഹമാണ് ഇതിനെക്കുറിച്ച് ആദ്യമായി എനിക്ക് പറഞ്ഞു തന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ പേരൊന്നും ചോദിച്ചില്ല, അദ്ദേഹത്തിൻ്റെ രൂപം തന്നെ എൻ്റെ ഉള്ളിൽ നിന്ന് മറഞ്ഞുപോയി. എന്ത് കഷ്ടം! അപ്പോൾ നിങ്ങൾ അത്രയേ വില കൽപ്പിക്കുന്നുള്ളൂ ആ ജ്ഞാനത്തിന്. അങ്ങനെ ആവരുത് എന്നാണ്, മറന്നു പോകരുത്. അറിവെன்றറിയാർ. ഇതുപോലെയാണ് സാധകനും ഈശ്വര കൃപയും തമ്മിലുള്ള ബന്ധം. ഈ സാധകനും ഈശ്വര കൃപയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളതെന്ന് ചോദിച്ചാൽ, ഈശ്വര കൃപ കൊണ്ടാണ് ആത്മാവിനെ സാക്ഷാത്കരിക്കുന്നത്, അല്ലെങ്കിൽ ഈശ്വരനെ അറിയുന്നത്. അപ്പൊ ആ ഈശ്വര കൃപ ഒരു സാധകനിൽ പ്രവർത്തിക്കുമ്പോഴാണ് അയാൾക്ക് ജ്ഞാനം അല്ലെങ്കിൽ സ്വാത്മാനുഭൂതി ഉണ്ടാവുന്നത്.
അങ്ങനെ ആ സ്വാത്മാനുഭൂതി നേടി ബ്രഹ്മനിഷ്ഠനായിരിക്കുമ്പോ ഈ ഈശ്വര കൃപയെ മറന്നു പോകരുത്. ഞാൻ നേടി, എന്റെ പിടുക്ക്, ഞാൻ ആത്മാവിനെ സാക്ഷാത്കരിച്ചു, അങ്ങനെ ഒരു അഹങ്കാരം ഉള്ളിലുണ്ടാവരുത്. എന്തോ ഭഗവത് കൃപ കൊണ്ട് എനിക്ക് ഈ സൗഭാഗ്യം സിദ്ധിച്ചു. വിനയം, വിദ്യാ ദദാതി വിനയം, വിനയാദ്യാദി പാത്രത, പാത്രത്വാ ധനമാപ്നോതി, ധനാധർമ്മം തതസുഖം. സാധാരണ വിദ്യ, ലൗകികമായ വിദ്യ, അറിവ്, അത് പകർന്നു തരുന്ന ഒരാളോട് തന്നെ നമുക്ക് അമിത വിനയം ഉണ്ടായിരിക്കണം. അദ്ദേഹത്തിനോട് നമുക്ക് ജീവിതം മുഴുവൻ ഒരു നന്ദി ഉണ്ടാവണം. നമുക്ക് ഈ പറഞ്ഞു തന്ന ഒരു അധ്യാപകൻ, ഞാനിപ്പോ PhD ഒക്കെ എടുത്തു എന്ന് വിചാരിക്കുക, അല്ലേ പറഞ്ഞു തന്നുള്ളൂ 1ാം ക്ലാസ്സിൽ. ആ 1ാം ക്ലാസ്സിൽ അത് വലിയ പാഠമല്ലേ, വലിയ അറിവല്ലേ. താൻ ഈ നേരെ പഠിച്ചില്ലായിരുന്നെങ്കിൽ ഈ PhD വരെ എത്തുമോ? അപ്പൊ ഒരു ഘട്ടത്തിലും ആചാര്യനുള്ള സ്ഥാനത്തെ കുറച്ചു കാണരുത്. ഇതുപോലെ തന്നെയാണ് സാധകനും ഈശ്വര കൃപയും. എന്താണ്, കുറെയൊക്കെ മുമ്പോട്ട് പോകുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് തനിക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുന്നത് എന്നുള്ള കാര്യം സാധാരണ ആളുകൾ വിസ്മരിക്കും. അങ്ങനെ വിസ്മരിക്കരുത് എന്നാണ് പറയുന്നത്. ഈ മറന്നു പോകുന്നു എന്നുള്ളത് പൊതുവേ കണ്ടുവരുന്ന ഒരു ഏർപ്പാടാണ്. അത് ഏതുപോലെയാണെന്നോ, മറയാ കുടയിരിക്ക താമേ കുതിത്തും കടന്തും അടർമഴை കേവാർ അവർ പോൽ വാർ. ഒരാള് പെരുമഴയത്തിറങ്ങി നടക്കുകയാണ്, കയ്യിൽ കുടയുണ്ട്, ബാഗിനകത്താണെന്ന് വിചാരിക്കുക. പക്ഷെ ബാഗിനകത്ത് കുടയുണ്ട് എന്നുള്ള കാര്യം അയാൾ മറന്നുപോയി. എന്നിട്ടെന്താ, ഈ മഴയത്ത് ഉയർന്നു ചാടിയും നീളത്തിൽ ചാടിയും മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ അയാൾ നോക്കുന്നു. നീളത്തിൽ ചാടുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓടുക എന്ന് വെച്ചോളൂ, ഉയർന്നും ചാടാമല്ലോ. ഇങ്ങനെയുള്ള എന്തെങ്കിലും കസർത്തുകൾ കാണിച്ചത് കൊണ്ട് മഴ നനയാതിരിക്കൂ. ആ മഴയ്ക്കുള്ള പ്രതിവിധി, മഴ നനയാതിരിക്കാനുള്ള ഉപായമാണ് കുട. ആ കുട ബാഗിനകത്തുണ്ട്, പക്ഷെ ആശം മറന്നുപോയി. എന്ത് ചെയ്യാൻ പറ്റും? മറവിക്ക് യുക്തിയില്ല, തിരിച്ച് ഓർമ്മ വരുന്നതിനും യുക്തിയില്ല. നമുക്ക് നല്ലപോലെ അറിയാവുന്ന ഒരാൾ പെട്ടെന്ന് അയാളെ കാണുമ്പോൾ അയാളുടെ പേര് മറന്നുപോകും. ഇത് വൃദ്ധന്മാർക്ക് മാത്രം സംഭവിക്കുന്നതല്ല, ചെറുപ്പക്കാർക്കും ചിലപ്പോൾ സംഭവിക്കും. പേര് മറന്നുപോകും. അപ്പോ മറഞ്ഞിരിക്കുന്ന കുടയുള്ളപ്പോൾ കുടയുണ്ട് എന്നുള്ള കാര്യത്തെ മറന്നിട്ട് ഉയർന്നു ചാടിയും നീളത്തിൽ ചാടിയും മഴയെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. ഇതാണ് മറന്നു പോകുന്നത് കൊണ്ടുണ്ടാകുന്ന വിന. അതാണ് മറയായി കുടയിരിക്ക. കുടയുണ്ട്, അത് ബാഗിനകത്താണ്, ഒളിഞ്ഞു കിടക്കുന്നു. പുറമേ കാണുന്ന രീതിയിലാണെങ്കിൽ വേറെ ആരെങ്കിലും ഓർമ്മിപ്പിച്ചേനോ, തന്റെ ബാഗിൽ കുടയുണ്ട്, താൻ എന്തിനാ വെറുതെ നനയുന്നത് എന്ന് പറഞ്ഞേനെ. പക്ഷേ ഇത് ബാഗിനകത്താണ്, ബാഗ് അടച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ കുടയിരിക്കുന്ന കാര്യം അറിയാതെ താമേ കുതിത്തും കടന്തും. കുതിക്കുക എന്ന് പറഞ്ഞാൽ തുള്ളിച്ചാടുക, ഉയർന്നു ചാടുക എന്നർത്ഥം. കടന്തും എന്ന് പറഞ്ഞാൽ നീളത്തിൽ ചാടുക, അതിവേഗത്തിൽ ഓടുക എന്നൊക്കെ പറയാം. കടന്തും അടർമഴയ്ക്ക് ഏവാർ അവർ പോൽ വാർ. അടർമഴ എന്ന് പറഞ്ഞാൽ പെരുമഴ, തുള്ളിക്കൊരികുടം പെയ്യുന്ന ആ പെരുമഴയത്ത് ഏവാർ എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യാൻ ഒരുമ്പെടുന്ന ഒരാളെ പോലെ. ഒരു യാത്രയ്ക്ക് പോവുകയാണ്, പക്ഷെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ശക്തമായ മഴ ആരംഭിച്ചു. എന്താ ചെയ്യുന്നത്? കുടയുണ്ടെന്നുള്ള കാര്യം അറിയാതെ മഴയത്ത് ഓടുന്നവനെ പോലെ. ഏവീർ എന്ന് പറഞ്ഞാൽ, ഏവാർ എന്ന് പറഞ്ഞാൽ ഏകുവാർ, ഒരു യാത്ര ആരംഭിക്കുന്നവനെ പോലെ മഴയത്ത് ഈ അറിവിന്റെ മാർഗത്തിൽ സഞ്ചരിക്കുന്നവർ, തനിക്ക് വഴി കാണിച്ചു തന്ന ആ ദേശികനെ, ദേശികൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം ദിശതി ഇതി ദേശിക, ദിശ കാണിച്ചു തരുന്നവൻ, വഴികാട്ടി. ആരാണ്? ആചാര്യൻ. ഇന്ന മാർഗത്തിലൂടെ നീ മുമ്പോട്ട് പോകൂ എന്ന് കാണിച്ചു തരുന്നവൻ. ആ ആചാര്യനെ മറക്കരുത്. പക്ഷെ പലരും മറന്നുപോകും. ആ മറന്നു പോകുന്നത് മഴയത്ത് തൻ്റെ കയ്യിൽ കുടയുണ്ട് എന്നുള്ള കാര്യത്തെ മറന്ന് മഴയെ ഒഴിവാക്കാൻ വേണ്ടി മഴയത്ത് ചാടുകയും ഓടുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെ പോലെയാണ്. അപ്പോൾ വാർന്നല്ല, അടർമഴയ്ക്ക് ഏവാർ. ഏവാർ എന്ന് പറഞ്ഞാൽ ഏകുക എന്ന് പറഞ്ഞാൽ അവിടെ പോവുക, തയ്യാറാവുക എന്നർത്ഥം. അവർ പോൽ വാർ എന്ന് പറഞ്ഞാൽ അവരെ പോലെയാണ്. വാർ എന്ന് പറഞ്ഞാൽ പോലെ, പോൽ വാർ പോലെയാണ് എന്നാണ്. ആ വാർ എന്നുള്ളത് ബഹുവചനമാണ്. ആളുകൾ, എൻ്റെ മലയാളം വ്യാഖ്യാനം വായിക്കാം. ഒരു നിർദ്ദിഷ്ട സ്ഥലത്ത് എത്തണം എന്ന് ആഗ്രഹിക്കുന്നവർ ആ സ്ഥലം അറിയാതിരിക്കുമ്പോൾ
ആ സ്ഥലത്ത് പോയി പരിചയമുള്ള ആളിൽ നിന്നും നിർദ്ദേശം കേട്ട് അതിൻവണ്ണം നടന്ന് എത്തിയിരിക്കെ ആ നിർദ്ദേശം തന്ന ഗുരുവിനെ ആദരിക്കാതെ മറന്ന് തൻ്റെ സ്വന്തം അറിവ് കൊണ്ടാണ് സ്ഥലം പ്രാപിച്ചത് എന്ന് അഹങ്കരിച്ച് അഭിമാനിക്കുന്നുവെങ്കിൽ ആ ദുരഭിമാനം ഒട്ടും സുഖകരമല്ല. അത് കടുത്ത നന്ദികേടാണ്. അങ്ങനെ മറക്കാൻ പാടില്ല. അതെങ്ങനെ മറക്കും? സ്വന്തം അച്ഛനെ അമ്മയെ മറക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പിന്നെയാണോ ഈ ജനന മരണങ്ങളിൽ നിന്ന് കരകയറാനുള്ള ഉപായം നിർദ്ദേശിച്ച ആചാര്യനെ മറക്കുന്നത്? അത് അങ്ങേയറ്റത്തെ കൃതജ്ഞതയാണ്. അത് പാടില്ല. അത് ഏതുപോലെ എന്നാൽ എന്ന് പറഞ്ഞാൽ ഈ മറന്നു പോകുന്നത് ആചാര്യനെ പിന്നീട് നമ്മുടെ ഈ ആധ്യാത്മിക സാധന പുരോഗമിക്കുമ്പോൾ ആ വഴികാട്ടിയെ ആചാര്യനെ മറന്നു പോകുന്നത് ഏതുപോലെ എന്നാൽ വെയിലും മഴയും ഏൽക്കാതിരിക്കാനുള്ള കുട കക്ഷത്തിൽ മടക്കി വെച്ചുകൊണ്ട് കൊള്ളമഴയിലും വേനലിലും സഞ്ചരിക്കുന്ന മൂഢന്റെ മൗഢ്യം പോലെയാകുന്നു. കക്ഷത്താണെങ്കിലും വേറെ ഒരാൾ പറയും ഇതങ്ങനെയല്ല, മറൈക്കുടയാ എന്നാണ് പറയുന്നത്. മറയാക്കുടയിരിക്ക ബാഗിനകത്താണ് വെച്ചിരിക്കുന്നത്. അപ്പോ താനും മറന്നുപോയി, വേറൊരാളും അതിനെ കാണുന്നില്ല. ആയതുപോലെ പരമവസ്തുവിനെ മറച്ച് നമ്മിൽ തങ്ങി നിൽക്കുന്ന 36 തത്വങ്ങളെയും അരുളാൽ കണ്ടു നീക്കി ആ അരുളിൽ വിശ്രമിക്കുന്നവൻ വാസ്തവസ്ഥിതി അറിയാതെ ആ വിധം അരുൾ നിലയിൽ എത്തിച്ചത് തൻ്റെ ജീവബോധം കൊണ്ട് മാത്രമാണെന്ന് ജീവബോധത്തിൽ അഭിമാനിച്ചഹങ്കരിച്ചാൽ അവന് അരുൾ വിശ്രമസ്ഥാനമായി നിൽക്കുകയില്ല. ആരാണ് ഈ ഗുരുനാഥൻ? സാക്ഷാത് ജഗതീശ്വരൻ തന്നെ ഗുരുവിന്റെ രൂപത്തിലെത്തി നമുക്ക് വഴി കാണിക്കുന്നു എന്നാണ്. അപ്പോ ഭഗവാനെ വിസ്മരിക്കുന്നത് പോലെയാണ് ആചാര്യനെ വിസ്മരിക്കുക എന്ന് പറഞ്ഞു. അരുളിനെ മുന്നിട്ടുകൊണ്ടും ജീവബോധത്തെ പിന്നാക്കി ചെയ്തും ഭഗവത് കൃപയാണ് എന്നെ ഓരോ ചുവടുവയ്പിലും സഹായിക്കുന്നത്, നിയന്ത്രിക്കുന്നത്, നയിക്കുന്നത് എന്നുള്ള ഭാവം എപ്പോഴും സാധകന്റെ ഉള്ളിലുണ്ടാവണം. അവിടെയൊക്കെ ഈ അഹങ്കാരം തല പൊന്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ സാധന ചെയ്തു, നേടി. ഈ ഞാൻ നേടിയ പുരോഗതി എന്റെ പ്രയത്നം കൊണ്ടാണ്. പോയില്ലേ? അഹങ്കാരം കയറി വന്നില്ലേ? അരുളിനെ മുന്നിട്ടുകൊണ്ടും ജീവബോധത്തെ പിന്നാക്കി ചെയ്തും വേണം. ജീവബോധം പുറകിൽ നിൽക്കണം, ഈശ്വരകൃപ മുമ്പിൽ നിൽക്കണം. മുമുക്ഷു ആത്മലാഭത്തിനായി യത്നം ചെയ്യേണ്ടതെന്നും ജീവബോധം നിലനിൽക്കുന്നിടത്തോളം അരുൾലാഭം ഉണ്ടാകയില്ലെന്നുമാണ് ഈ തിരുവെൺപായിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഈ പാട്ടിൽ നിന്ന്, ഈ പദ്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അഹങ്കാരം എപ്പോഴും അരുളിന്റെ പുറകിൽ നിൽക്കണം. ഭഗവത് കൃപയാണ് ഭഗവാനിലേക്ക് നയിക്കുന്നത്. ജീവന്റെ പ്രയത്നം കൊണ്ട് ആത്മസാക്ഷാത്കാരം കിട്ടില്ല, ഈശ്വര ദർശനം ഉണ്ടാവില്ല. അദൃശ്യമായ ഒരു ശക്തി നമ്മെ അതിലേക്ക് നയിക്കുന്നു. ആ ശക്തിയെ നമ്മൾ കാണുന്നില്ല. അതുകൊണ്ടാണ് അതിനെ മറന്നു പോകാനുള്ള സാധ്യത ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു അബദ്ധം പറ്റരുത് എന്ന് പറഞ്ഞാണ് ആ കാര്യത്തെ ഈ പദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്ത പദ്യം വായിക്കാം. ശത്ത് പിറവാമ തേടിത്തിരികയിലെ ശത്ത് പിറന്ത് തിരുവീരെ ശുദ്ധ ഇരുട്കേവല സകലം പോക എതിരിട്ട അരുട്ബോധരായി തിരിയാമൽ. ശത്ത് പിറവാമൽ തേടിത്തിരികയിലെ. ശത്ത് പിറവാമൽ എന്ന് പറഞ്ഞാൽ മരിച്ച് ജനിക്കാതെ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ഈ ജന്മ പരമ്പരയിൽ പതിക്കാതെ, സംസാരത്തിൽ വരാതെ, ജനിച്ച് വീണ്ടും ഇപ്പൊ ജനിച്ചു, ഇനി ജനിക്കാതിരിക്കാനുള്ള വഴി നോക്കിക്കോളൂ. ആ മോക്ഷസ്ഥിതിയെ അന്വേഷിച്ച് അലയുമ്പോൾ, തേടിത്തിരികയിലെ അന്വേഷിച്ച് അലയുമ്പോൾ, ജനനമരണങ്ങളിൽ നിന്നുള്ള മോചനം തേടി അലഞ്ഞു തിരിയുമ്പോൾ, ശത്ത് പിറന്ത് തിരുവീരെ, ഈ ജനനമരണമുക്തമായ മോക്ഷസ്ഥിതിയെ അന്വേഷിച്ച് അലയുമ്പോൾ അതിനിടയ്ക്ക് നമ്മൾ പല പ്രാവശ്യം ജനിച്ചു മരിക്കുന്നു. ഈ ആത്മസാക്ഷാത്കാരത്തിന് അല്ലെങ്കിൽ മോക്ഷത്തിനുള്ള പ്രയത്നം തുടങ്ങിയ ഉടനെ മോക്ഷം കിട്ടില്ലല്ലോ. ആ ജന്മത്തിൽ തന്നെ കിട്ടണമെന്ന് നിർബന്ധവുമില്ല. അപ്പോൾ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് പല ജന്മങ്ങളും കടന്നുപോയി എന്ന് വരാം. അതാണ് ശത്ത് പിറന്ത് തിരുവീരെ. ആ ശത്ത് പിറന്ത് എന്നുള്ളതിന് പല ജന്മങ്ങൾ ജനിച്ചു മരിച്ച് കഴിയേണ്ടി വരും എന്നൊരർത്ഥം പറയാം. വേറൊരർത്ഥം, ഭാവനയെ മുതലിയ ചെയ്ത് ഉള്ളേ ചുഴലുമിടത്ത് താനെ കേവലാവത്തയിൽ ഇറന്തും സകലാവത്തയിൽ പിറന്തും ചുഴൽവീർ. തമിഴിലുള്ള വ്യാഖ്യാനത്തിന്റെ ഒരു ചെറിയ ഭാഗം ഇതിൽ കൊടുത്തിരിക്കുകയാണ്. ഈ ശരീരം ജനിച്ചു മരിക്കുന്നു എന്നുള്ള ഒരർത്ഥം എടുക്കാം. പല ജന്മങ്ങൾ കഴിഞ്ഞു പോകുന്നു. ദിവസേന നമ്മൾ ജനിച്ചു മരിക്കുകയാണല്ലോ
നമ്മുടെ ഉറക്കത്തിൽ ഈ അഹങ്കാരം പൂർണ്ണമായി നഷ്ടമാകുന്നില്ലേ? ഉറക്കം ഒരു തരത്തിലുള്ള മരണമാണ്. പണ്ട് പൊതുവെ തമിഴ്നാട്ടിലും വിശേഷിച്ച് ബ്രാഹ്മണരുടെ ഇടയിലും രാത്രി കിടന്നു കഴിഞ്ഞാൽ നാളെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒന്നും മിണ്ടരുത്. നാളെ എന്തൊക്കെ അവിടെ പോകണം, ഇവിടെ പോകണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും, അതിനെക്കുറിച്ചുള്ള ചർച്ചയോ സംഭാഷണമോ ഒന്നും ഉണ്ടാവരുതെന്നാണ്. അങ്ങനെ ആരെങ്കിലും ഒരാൾ അങ്ങനെ ചർച്ച ചെയ്യാൻ തുടങ്ങിയാൽ വീട്ടിലുള്ള മറ്റുള്ളവർ പറയും കുഴച്ച് കിടന്താ പാത്തുകല എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നോക്കാം. അപ്പോൾ ഈ ഉറക്കത്തിനിടയ്ക്ക് തട്ടിപ്പോകുന്നാണോ? തട്ടിപ്പോവില്ല എന്ന് ഉറപ്പുണ്ടോ? അതാണ് ചോദ്യം. ഉറക്കത്തിനിടയ്ക്ക് മരിച്ചു പോകുന്നല്ല, മരണത്തിന്റെ ഒരു ചെറിയ രൂപം ദിവസേന നാം അനുഭവിക്കുന്നു. അതുകൊണ്ട് നാളെ ഉണർന്നെഴുന്നേൽക്കും എന്നുള്ളതിന് ഗ്യാരണ്ടിയോ വാറണ്ടിയോ ഇല്ല. ഇന്ന് കിടക്കുന്നു, ഇത്രയേ ഉള്ളൂ. പിഴയത്ത് കിടന്താൽ പാർത്തുകലാം. ബ്രാഹ്മണർ പറയുമ്പോൾ കുഴച്ച് കിടന്നാ പാത്തുകലാം. അതായത് നാളെയുള്ള കാര്യങ്ങൾക്കൊന്നും വ്യവസ്ഥയൊന്നുമില്ല, ഒത്താ ഒത്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ കിടക്കയിൽ കിടന്നതിന് ശേഷം നാളെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും ചർച്ച പാടില്ല. അപ്പൊ അതിന്റെ പുറകിലൊരു വലിയ തത്വമുണ്ട്. ഏതോ ഒരു മഹാത്മാവ് ആണ് ഈ ആചാരത്തിന്റെ ഇടയ്ക്ക് ഇതിനെയൊക്കെ കുത്തി തിരികെ വെച്ചിരിക്കുന്നത്, നമ്മൾ പോലും അറിയാതെ. പലർക്കും അറിയില്ല എന്തിനാണ് ഇങ്ങനെ പറയുന്നത്. പക്ഷെ പരമ്പരയായി കർണാകർണികയാ ഇങ്ങനെ കേട്ട് വീട്ടിലുള്ള മുതിർന്ന ആൾക്കാർ, അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ പറഞ്ഞു കേട്ട് അതിങ്ങനെ പരമ്പരയായിട്ട് പറഞ്ഞു വരുന്നു. ഈ പറയുന്നവർക്ക് പോലും അതിന്റെ ശരിയായ അർത്ഥം അറിയില്ല. അതിന്റെ അർത്ഥമാണിത്: നാളെ നമ്മുടെ കൈകളിലല്ല, ഇന്നലെ അത് കഴിഞ്ഞുപോയി, ഇപ്പോ അത് നമ്മുടെ കയ്യിൽ. ഇപ്പോ എന്നുള്ളത് മാത്രം നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് അതിനെ ഫലപ്രദമായി വിനിയോഗിച്ചുകൊള്ളൂ. നാളെ എന്താവും, മറ്റന്നാൾ എന്താവും, അത് നമ്മുടെ അടുത്ത് എത്തിയില്ലല്ലോ. നാളെ എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി കഴിഞ്ഞ് അതിരാവിലെ സൂര്യൻ ഉദിക്കുമ്പോഴാണ് സാധാരണ നമ്മൾ നാളെ എന്ന് പറയാം. റെയിൽവേക്കാർ 12 മണി കഴിഞ്ഞാൽ അടുത്ത ദിവസത്തെ ടിക്കറ്റാണ് തരിക. അവർക്ക് ഡേ മാറുന്നത് രാത്രി 12 മണിയായി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ആണ്. സാധാരണ മനുഷ്യർ പണ്ടൊന്നും ഈ രാത്രി യാത്ര ചെയ്യില്ലായിരുന്നു, അറിയാമോ? ആധുനിക മനുഷ്യനാണ് രാത്രിയിൽ യാത്ര ചെയ്യുന്നത്. രാത്രിയിൽ യാത്ര സഞ്ചരിക്കുന്ന ആൾക്കാരാണ് രാക്ഷസന്മാർ, നക്തഞ്ചരന്മാർ. നക്തം എന്ന് പറഞ്ഞാൽ രാത്രി സഞ്ചാരം ചെയ്യുന്നവരാണ് നക്തഞ്ചരന്മാർ. പിന്നെ രാത്രി ഇരതേടി ഇറങ്ങുന്ന ജീവികളുമുണ്ട്. ഇവര് മാത്രമേ രാത്രി സഞ്ചാരം ചെയ്യൂ. ഇപ്പോഴെന്താ, അമേരിക്ക അതുപോലെയുള്ള രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഗൾഫ്, ഫ്ലൈറ്റുകളെല്ലാം ഏർലി മോർണിംഗ് ആണ്. അതിരാവിലെ ഇവിടുന്ന് 1:30 എണീറ്റ് കാറിൽ കയറി 1.5 മണിക്കൂറോ 2 മണിക്കൂറോ മുമ്പ് അവിടെ ചെന്നിരുന്ന് വെയിറ്റ് ചെയ്യണം. ക്ലിയറൻസും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അവർക്ക് അവരുടേതായ ന്യായീകരണമുണ്ട് അതിരാവിലെ ഫ്ലൈറ്റ് ഷെഡ്യൂൾ ചെയ്യുന്നത് എന്തുകൊണ്ട് എന്നുള്ളതിന്. രാത്രി എന്ന് പറയുന്നത് കിടന്നുറങ്ങാനുള്ള സമയമാണ്. ഈ മനുഷ്യൻ മാത്രമേ, അതുപോലെ രാത്രി ഇരതേടുന്ന ജീവികൾ മാത്രമേ രാത്രി ഇറങ്ങി നടക്കൂ. ബാക്കിയൊക്കെ നോക്കൂ, പക്ഷികളൊക്കെ നോക്കൂ, എല്ലാവരും 6-6:30 ആകുമ്പോൾ ഓരോ മരത്തിൽ ചേക്കേറും. പിന്നെ അതിരാവിലെയാണ് അവര് ചിലച്ചുകൊണ്ട് എഴുന്നേൽക്കുന്നത്. ഈ മനുഷ്യനാണ്. പണ്ടും മനുഷ്യൻ ഈ പക്ഷികളെയും മൃഗങ്ങളെയും പോലെയൊക്കെ ആയിരുന്നു. ഇപ്പൊ രാക്ഷസനെ പോലെയാണ്. എന്ത് ചെയ്യാം, അവന്റെ ജീവിത സാഹചര്യം അങ്ങനെ ആയിപ്പോയി. രാത്രി ഉറങ്ങാനുള്ള സമയമാണ്, പകലാണ് കർമ്മം ചെയ്യാനുള്ള സമയം. അപ്പൊ ദിവസേന നാം ജനിച്ചു മരിക്കുന്നു, സുഷുപ്തിയിൽ മരിക്കുന്നു. മറ്റ് 2 അവസ്ഥകളിലും ഞാനെന്നുള്ള ഭാവം വളരെ പ്രകടമായി നിലനിൽക്കുന്നത് കൊണ്ട് അവിടെ ജീവിക്കുന്നു. സുഷുപ്തിയിൽ എന്താ സംഭവിക്കുന്നത്? എനിക്ക് എന്ത് സംഭവിച്ചു എന്ന് തന്നെ എനിക്ക് പിടിയില്ല. ഉറക്കത്തിൽ എന്താ സംഭവിക്കുന്നത്? ഒരു ശൂന്യത, ഒന്നും അറിയാത്ത ഒരു സ്ഥിതി. അല്പമല്ല നല്ല സുഖവും ഉണ്ട്. എൻ്റെ ഈ വ്യക്തിത്വത്തിന് എന്ത് സംഭവിക്കുന്നു എൻ്റെ ഉറക്കത്തിൽ? എത്ര കാലമായി നമ്മൾ ഉറങ്ങാൻ തുടങ്ങിയിട്ട്? എന്താ സംഭവിക്കുന്നത്? ഇന്നും അറിയില്ല. കാരണം അത് നമ്മുടെ നിയന്ത്രണത്തിലല്ല. ഉറക്കം നമ്മുടെ നിയന്ത്രണത്തിലല്ല. ഉറക്കത്തിന്റെ പിടിയിൽ അമരുകയാണ് നാം. ഉറക്കം നമ്മെ ഗ്രസിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ വിചാരിച്ചാൽ ഉറങ്ങാൻ പറ്റില്ല. കുറെ ദൂരം നടക്കാം, എക്സർസൈസ് ഒക്കെ ചെയ്യാം, ശരീരത്തിന് അങ്ങനെ ഒരു ക്ഷീണം ഉണ്ടാക്കാം. അല്ലാതെ ഇത്ര മണിക്ക് ഉറങ്ങണം എന്നൊന്നും തീരുമാനിച്ച് നടപ്പിലാക്കാൻ പറ്റില്ല. പ്രകൃതിയുടെ കയ്യിലാണ് ഈ ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയും. അപ്പൊ ഈ ജീവിതം മുഴുവൻ പ്രകൃതിയുടെ ഹസ്തങ്ങളിലാണ്. ശത്തുപിറന്ത് തിരുവീരേ, ദിവസേന ഉറക്കത്തിൽ മരിക്കുകയും രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ജനിക്കുകയും ചെയ്യുന്നു ഓരോ ജീവനും. ശുദ്ധ ഇരുൾ കേവല സകലം പോക. ശുദ്ധ ഇരുൾ, കടുത്ത അന്ധകാരം, കൂരിരുട്ട്,
എന്ന് പറഞ്ഞാൽ ഉറക്കത്തിലുള്ള അവസ്ഥയാണ്, ഇരുണ്ട അബോധാവസ്ഥ. ഒരു ഇരുട്ടിനകത്ത് നിന്ന് പുറത്ത് വരുന്നത് പോലെയല്ലേ ഉറങ്ങി എഴുന്നേൽക്കുന്ന ആൾ വരുന്നത്, അല്ലേ? എന്തോ ഒരു ഇരുട്ടിനകത്തുനിന്ന് അവിടെ എന്താണ് സംഭവിച്ചതെന്നറിയില്ല, അതിൽ നിന്ന് ഇങ്ങനെ ഉണർന്നു വരികയാണ്. അപ്പോൾ ഒരു അബോധാവസ്ഥയിൽ നിന്ന് അതിനെയാണ് കേവലം, ശുദ്ധമായ അവസ്ഥയാണ്. അതിൽ ദ്വൈതത്തിന്റെ കണിക പോലുമില്ല. ഞാനെന്നുള്ള ഭാവം പോലും ആ സുഷുപ്തിയിൽ അസ്തമിച്ചിരിക്കുന്നു. ആ ഇരുട്ടെന്ന പേരിൽ അറിയപ്പെടുന്ന കേവലം അല്ലെങ്കിൽ അബോധാവസ്ഥ, ആ കേവലാവസ്ഥയിൽ ജീവഭാവം മരിക്കുന്നു എന്ന് പറഞ്ഞാൽ ലയിച്ചില്ലാതെയാകുന്നു. ഇനി സകലം എന്ന് പറഞ്ഞാൽ ജാഗ്രതും സ്വപ്നവും. അവിടെ ഈ ഞാൻ എന്നുള്ള പ്രകടനം വ്യക്തമായി നാം അനുഭവിക്കുന്നു. വ്യക്തിബോധം ഈ സ്വപ്നത്തിലും ജാഗ്രത്തിലും ഉണ്ട്. അതുകൊണ്ട് അതിനെ സകലം എന്നാണ് പറയുന്നത്. മറ്റേത് കേവലം, സുഷുപ്തി. ഇങ്ങനെ ഈ അവസ്ഥകളിൽ മാറി മാറി ജനിച്ചും മരിച്ചും കഴിയുന്നു. അതെല്ലാം ഇല്ലാതെയാവുന്നു. അവസ്ഥാത്രയങ്ങളെ അതിജീവിക്കുന്നു ജീവൻ. ജാഗ്രത് സ്വപ്ന സുഷുപ്തികൾക്കപ്പുറത്ത് പോയി അതിൻ്റെ അധിഷ്ഠാനമായ ശുദ്ധബോധത്തെ സാക്ഷാത്കരിക്കുന്നു. അതാണ് ശുദ്ധ ഇരുട്കേവലം സകലം പോഹ. അവയെല്ലാം പോയി എതിരിട്ട അരുട്ബോധരായി. എതിരിട്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവിന് നേരെ വരുന്നു. എന്ത്? ഈ ബോധാനുഭവം. നമ്മളിപ്പോൾ ചോദിച്ചുകൊണ്ട് നടക്കുന്നത് എന്താണ് ഈ ബോധം? ബ്രഹ്മം, ശുദ്ധമായ അറിവ്, കേവല ജ്ഞാനം. പക്ഷെ ഇപ്പോഴും അതൊരു കടങ്കഥ പോലെയല്ലേ തോന്നുന്നത്? എന്താണിത്? ബോധം. ആ അവ്യക്തതയെല്ലാം മാറി സൂര്യതുല്യം അത് നമ്മുടെ മുമ്പിൽ പ്രകാശിക്കും. ഒരു 10,000 ആതിഥേയരൊന്നായി വരുവതുപോലെ വരും വിവേകവൃത്തി. അവിടെ വിവേകവൃത്തി എന്ന് പറഞ്ഞാൽ ആത്മസാക്ഷാത്കാരത്തെയാണ് അവിടെ പറയുന്നത്. 1, 2, 10 സൂര്യനല്ല, 10,000 ആദിത്യന്മാർ ഒരുമിച്ച് ഉദിച്ചാൽ എങ്ങനെയിരിക്കും? അവിടെ എന്തെങ്കിലും തരത്തിലുള്ള അവ്യക്തതയ്ക്കോ ഇരുട്ടിനോ സ്ഥാനമുണ്ടോ? ഇല്ല. അതുപോലെയാണ് ഈ ബോധാനുഭവം. അപ്പൊ നമ്മുടെ അറിവിന് അഭിമുഖമായി വരുന്ന എല്ലാ ദ്വൈതങ്ങളും അവിടെ അസ്തമിക്കും. അത് തൻ്റെ അന്തരാത്മാവായി അല്ല, താനായി പ്രകാശിക്കും. ആ താനായി ആത്മാവ് പ്രകാശിക്കുമ്പോൾ ഈ ഞാൻ അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ പറയും. ഇത് പോയിട്ട് ഇതിന്റെ സ്ഥാനത്താണ് ആത്മാവ് പ്രകാശിക്കുന്നത്. എതിരിട്ട അരുട്ബോധരായി. സകലം എന്ന് നേരത്തെ പറഞ്ഞ എന്താ? അഹംബോധത്തോടു കൂടിയ ജാഗ്രതും സ്വപ്നവും. ഇരുൾ കേവലം എന്ന് പറഞ്ഞാൽ സുഷുപ്തി. അപ്പൊ ഈ ജാഗ്രത്തിലും സ്വപ്നത്തിലുമാണ് നാനാത്വം അനുഭവപ്പെടുന്നത്. മൾട്ടിപ്ലിസിറ്റി, പലതരം ദൃശ്യങ്ങൾ, ദ്വൈതം. അതെല്ലാം പോയി നാം അനുഭവിച്ചു കൊണ്ടിരുന്ന എല്ലാ ദ്വൈത അനുഭവങ്ങളും അകന്ന് നമ്മൾ അരുൾ ബോധരായി തീരും. എന്ന് പറഞ്ഞാൽ ഈശ്വര കൃപ, അതാണ് ഈ അറിവുണ്ടാക്കുന്നത്. ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരാകും. എന്താണ് ഭഗവത് കൃപ? നമ്മിൽ ഭഗവാൻ കനിഞ്ഞുവോ? ഭഗവത് അനുഗ്രഹം നമുക്ക് കിട്ടിയോ? നിങ്ങൾക്ക് ജ്ഞാനം കിട്ടിയോ? അതിനേക്കാളും വലിയ ഒരു ഈശ്വര അനുഗ്രഹമില്ല. അല്ലെ, ഞങ്ങൾക്ക് വീടും കാറും പണവും ഒക്കെ ഉണ്ട്. അത് നിങ്ങളുടെ കർമ്മം, സത്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. സുഖരൂപത്തിൽ നിങ്ങൾ അത് അനുഭവിക്കുന്നു. ഈ ആത്മാവ് സത്കർമ്മം കൊണ്ടോ ദുഷ്കർമ്മം കൊണ്ടോ കിട്ടില്ല, അറിവ് കൊണ്ടാണ് കിട്ടുന്നത്. ആ അറിവിന് സഹായിക്കുന്നത് ഈശ്വര കൃപയാണ്. അപ്പോൾ അവസാനം വരെ എന്തിന്? ആത്മസാക്ഷാത്കാരം നേടിയാലും വിനയാൻവിതനായിരിക്കണം. ആ അഹങ്കാരം നമ്മുടെ നിലയെ മറയ്ക്കാതെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം. അരുട്ബോധരായി തിരിയാമൽ. ആ അരുൾ ബോധം നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുന്നവരായി സഞ്ചരിക്കാതെ ജനിച്ച് മരിക്കുകയല്ല നമുക്ക് ഭൂഷണം. എല്ലാം ജനിച്ചു മരിക്കുന്നുണ്ടല്ലോ. പട്ടിയും പൂച്ചയും ഉറുമ്പും കടുവയും പുലിയും എല്ലാം ജനിച്ചു മരിക്കുന്നുണ്ടല്ലോ. ഞാനും അതുപോലെ ജനിച്ചു മരിക്കുന്നു പറഞ്ഞാൽ ഈ മനുഷ്യന് മറ്റ് ജീവികളെ അപേക്ഷിച്ച് എന്താണ് മെച്ചം? എന്ത് മേന്മയാണുള്ളത്? അതുകൊണ്ട് ജനന മരണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എത്രയും പെട്ടെന്ന് അത്യന്തം ഉത്സാഹത്തോടുകൂടെ തീവ്രതയോടുകൂടെ ആ ആത്മാന്വേഷണ മാർഗത്തിൽ ഇറങ്ങണം ഓരോ വ്യക്തിയും. ഈ ഇറങ്ങണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോഴുള്ള ജോലിയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ട് ഒരു ജോലി ഉണ്ടായിരുന്നു, റിസൈൻ ചെയ്തു, അല്ലെങ്കിൽ VRS എടുത്തു. എന്തിനാ? ഞാൻ ആത്മസാക്ഷാത്കാരത്തിന്റെ മാർഗത്തിൽ ഇറങ്ങാൻ പോവുകയാണ്. എന്ത് പൊല്ലാപ്പാണിത്? ഈ ജോലി വിടാൻ ആര് പറഞ്ഞു? ആത്മസാക്ഷാത്കാരത്തിന്റെ മാർഗം എന്ന് പറയുന്നത് ആന്തരമായ മാർഗമാണ്, ഇന്നർ പാത്ത്. അത് പുറമെ ഏതെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരെണ്ണം വേണ്ടാന്ന് വെക്കുകയോ
പുതിയ ഒരെണ്ണം കൂട്ടിച്ചേർക്കുകയോ ചെയ്യുന്നതല്ല. ഇപ്പൊ പോകുന്നത് പോലെയൊക്കെ പോട്ടെ, പക്ഷെ യാത്ര ഉള്ളിലാവണം. ഉള്ളിലുള്ള ആത്മാവിനെ അഭിമുഖമായിട്ട് വേണം നാം യാത്ര ചെയ്യാൻ. മനസ്സിന്റെ ബഹിർമുഖ വൃത്തികൾ ഒടുങ്ങണം. അപ്പൊ പുറമേ ഉള്ളതൊന്നും മാറ്റിമറിക്കണ്ട. ഇറച്ചി വെട്ടിവിറ്റുകൊണ്ടിരുന്ന ആളാണ് ധർമ്മവ്യാധൻ. മഹാഭാരതത്തിലെ കഥയാണ്. എന്താ, മാംസം വെട്ടി വിൽക്കുകയാണ് ജോലി. കശാപ്പുകാരൻ മഹാജ്ഞാനി. അതെങ്ങനെ ഇറച്ചി വെട്ടുകാരന് ജ്ഞാനം കിട്ടുമോ? എന്താ കിട്ടിയതായിട്ടാണല്ലോ മഹാഭാരതം പറയുന്നത്. സ്ത്രീകൾക്ക് ജ്ഞാനം കിട്ടുമോ? കിട്ടും. ജ്ഞാനിനികളായ സ്ത്രീകളെ ഉപനിഷത്തുകൾ പറയുന്നുണ്ട്. യോഗിനി, ഗാർഗി. ജനക സദസ്സിൽ ഗംഭീരന്മാരായ ബ്രഹ്മനിഷ്ഠന്മാർ കൂടിയിരിക്കുന്ന ആ സഭയിൽ ഓരോരുത്തരോട് ചോദ്യം ചോദിക്കുകയാണ്. ആര്? ഒരു സ്ത്രീ. പക്ഷെ അവരുടെ എണ്ണം കുറവല്ലേ? എപ്പോഴും മികച്ചത്, ശ്രേഷ്ഠമായത് എണ്ണത്തിൽ കുറവായിരിക്കും. നമ്മൾ ജ്ഞാനികൾ, പുരുഷന്മാരായ ജ്ഞാനികളെ കുറിച്ചാണല്ലോ കൂടുതൽ പറയുന്നത്. അവരുടെ എണ്ണമാണല്ലോ കൂടുതൽ. അതിന് ഒരു കാരണം ഞാൻ പറയാം. അനേകം ജ്ഞാനികളായ സ്ത്രീകൾ പുറം ലോകം അറിയാതെ കടന്നു പോയിട്ടുണ്ടാവും. പുരുഷന്മാരാണ് സമൂഹ മധ്യത്തിൽ ഇറങ്ങി വരുന്നത്. വീട്ടില് അടുക്കളയിൽ പാചകവും ചെയ്ത് ജ്ഞാനം നേടിയിട്ടുള്ള എത്രയോ സ്ത്രീകൾ കടന്നു പോയിട്ടുണ്ടാവും. നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അവര് ലൈം ലൈറ്റിൽ, അവര് ഈ സമൂഹ മധ്യത്തിൽ ഇറങ്ങി വന്നാലല്ലേ അങ്ങനെ അവര് മഹാത്മാവാണ് എന്ന് ഈ ലോകം തിരിച്ചറിയൂ. അതുപോലും വേണ്ട എന്ന് പറഞ്ഞ് ഒതുങ്ങിക്കൂടി ആത്മസാക്ഷാത്കാരം നേടി പോയിട്ടുള്ള സ്ത്രീകൾ എത്രയോ ഉണ്ടാവും. നമുക്കറിയില്ല. കുറെ പുരുഷന്മാരുടെ, കുറെ സന്യാസിമാരുടെ, വിവേകാനന്ദൻ, ശങ്കരാചാര്യർ, രമണ മഹർഷി, ഇങ്ങനെയുള്ള കുറെ ആൾക്കാരുടെ ചരിത്രം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. അതിന്റെ അർത്ഥം സ്ത്രീകൾക്ക് മോക്ഷം കിട്ടില്ല, ആത്മസാക്ഷാത്കാരം കിട്ടില്ല എന്നല്ല. അതുകൊണ്ട് ജനന മരണ രൂപമായ സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പ്രയത്നം സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും സ്വീകരിക്കേണ്ടതാണ്. ചെത്ത് പിറന്ന് തിരുവീരേ എന്ന് പറഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത്. ഒന്നുകിൽ ജനിച്ച് മരിച്ച് കഴിയുന്നുണ്ടല്ലോ. അപ്പൊ അത് ശരീരത്തിന്റെ ജനനം ഒരു പ്രാവശ്യം, ശരീരത്തിന്റെ മരണം എത്രയോ കൊല്ലങ്ങൾ കഴിഞ്ഞാണ്. അങ്ങനെ ശരീരത്തിൽ ജനിച്ചു മരിച്ചു കഴിയുന്നു എന്നുള്ള ഒരർത്ഥം എടുക്കാം. അതല്ലെങ്കിൽ ദിവസേന സുഷുപ്തിയിൽ മരിക്കുകയും അടുത്ത ജാഗ്രതയിൽ ജനിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതും ഒരു ജനന മരണമാണല്ലോ. ദിവസേന തിരുവീര എന്ന് പറഞ്ഞാൽ അലയുന്നു, അലയുക, ജനിച്ച് മരിച്ച് അലയുന്നു. തിരുവീരെ ചുറ്റിത്തിരിയുന്നു നമ്മൾ പറയുന്നില്ലേ മലയാളത്തില്? തിരിയാമൽ എന്ന് പറഞ്ഞാൽ അലയാതെ, ചുറ്റിത്തിരിയാതെ, അലഞ്ഞ് കഷ്ടപ്പെടാതെ ജാഗരാവസ്ഥയിൽ സകളമായി, സകളം സകലം രണ്ടും പറയാം, ലാക്കുള്ള പറയാം സംസ്കൃതത്തില്. ജാഗരാവസ്ഥയിൽ സകളമായി വിഷയങ്ങളെ അനുഭവിച്ചും കേവലമായി അജ്ഞാനത്തിൽ മയങ്ങിയുമുള്ള തമഃപ്രധാനമായ ഇരുൾ നീക്കി എന്ന് പറഞ്ഞാൽ അവിടെ അജ്ഞാനത്തെ നീക്കി അരുൾ ബോധത്തിൽ നിൽക്കാൻ മനസ്സ് വയ്ക്കാതെ, ഈ ആത്മജ്ഞാനത്തിൽ താത്പര്യമില്ലാതെ, അതില് ശ്രദ്ധയില്ലാതെ ജനന മരണ സംസാരം താണ്ടുവാൻ മുമുക്ഷുക്കൾ ഏറെ യത്നം ചെയ്യുന്നുണ്ട്. വേറെ എന്തൊക്കെയോ ചെയ്യുക, ധ്യാനം, തപസ്, വ്രതാനുഷ്ഠാനം, ഇങ്ങനെ പല പേരും പറഞ്ഞ് മനുഷ്യൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ മോക്ഷം എന്നുള്ള ആ പരമപുരുഷാർത്ഥത്തെ സാക്ഷാത്കരിക്കാൻ കാര്യമായ പ്രയത്നം ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. പക്ഷേ അവരുടെ ഈ സംരംഭത്തിൽ ഭാവനാദികൾ ജീവബോധത്താൽ ചെയ്ത് അഹങ്കാരത്തെ വെച്ചുകൊണ്ട് ഓരോന്ന് ചിന്തിക്കുകയാണ്. അതുകൊണ്ട് അരുൾ കിട്ടുന്നില്ല, ഈശ്വര കൃപയ്ക്ക് പാത്രമാവുന്നില്ല. അരുൾ കിട്ടാതെ ജനിച്ചും മയക്കത്തിൽ മരിച്ചും തന്നെയാണ് കഴിഞ്ഞു വരുന്നത്. മയക്കം എന്നുള്ളതിന് മോഹം എന്നർത്ഥം പറയാം, അല്ലെങ്കിൽ ദിവസേന നാം അനുഭവിക്കുന്ന സുഷുപ്തി എന്നും അർത്ഥം പറയാം. തമസിന്റെ സ്വാധീനത്തിൽപ്പെട്ട് പരിപൂർണമായ അരുളിൽ ജഗത് സർവം ദൈവാധീനത്തിൽ എപ്പോഴും ഈ പ്രപഞ്ചത്തെയും നമ്മെയും താങ്ങി നിർത്തുന്ന ഒരു മഹാശക്തി ഉണ്ട് എന്നുള്ള കാര്യം മറന്നു പോകാതിരിക്കണം. അതിനെ മറക്കുമ്പോഴാണ് ഈ അഹങ്കാരം തലപൊന്തിക്കുന്നത്. ഭഗവാനെ വിസ്മരിക്കുമ്പോഴാണ് അഹങ്കാരം പത്തി ഉയർത്തുന്നത്. അതുകൊണ്ട് ഈ സർവേശ്വരനെ കുറിച്ചുള്ള സ്മരണ എപ്പോഴും നിലനിർത്തേണ്ടതാണ്. ഈശ്വരാനുഗ്രഹത്താൽ പറ്റി നിൽക്കുവാൻ അവർക്ക് കഴിയാത്തതിനാലാണ് അവർക്ക് ജനനമരണങ്ങൾ അറുതി വരാതെ സംഭവിക്കുന്നത്. ജനനമരണങ്ങൾക്ക് ഒരവസാനമില്ലാതെ അവ അനന്തമായി തുടരാൻ കാരണം ഈ അഹങ്കാരം അഴിയുന്നില്ല.
എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും പുണ്യപ്രവൃത്തി ചെയ്താൽ അതിലും ഈ അഭിമാനം കയറി വരുന്നു. ഞാൻ ചെയ്തു, ഞാൻ തപസ് ചെയ്തു, ഞാൻ ഇത്ര ഒരു മന്ത്രം ജപിച്ചു, ഞാൻ ഇന്നിന്ന വ്രതാനുഷ്ഠാനങ്ങളൊക്കെ നടത്തി. ഈ അഹങ്കാരം പോകാനാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ അത് പോകുന്നുണ്ടോ? അത് വേറൊരു ഭാവത്തിൽ, വേറൊരു രൂപത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. ജീവബോധം ഒടുക്കി എങ്ങും നിറഞ്ഞ താരകമായുള്ള അരുളിനെ അവർ പറ്റിപ്പിടിക്കയാലുമാണ് ചുറ്റിത്തിരിയൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആ വാക്യത്തിൽ എന്ത്? താരകമായുള്ള അരുളിനെ, താരകം എന്ന് പറഞ്ഞാൽ തരണം ചെയ്യിക്കുന്നത് എന്നാണ്. ആ അരുളാണല്ലോ, ഈശ്വരാനുഗ്രഹമാണല്ലോ ഈ സംസാര സാഗരത്തെ തരണം ചെയ്യിക്കുന്നത്. അവർ പറ്റിപ്പിടിക്കയാലുമാണ്, പറ്റിപ്പിടിക്കായികയാലുമാണ് എന്നല്ലേ വരേണ്ടത്. അതാണ് ശരി. അരുൾബോധത്തെ ആശ്രയിക്കാത്തത് കൊണ്ടാണ് ഈ ജനനമരണ രൂപമായ ചുറ്റിത്തിരിയൽ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ആകയാൽ ജീവബോധത്തെ പുറകിലാക്കിയും ഈശ്വരാനുഗ്രഹത്തെ മുന്നിലാക്കി നിർത്തിയും യത്നിച്ചാൽ അരുളായി തന്നെ ഭവിക്കുന്നതാണ്. ഭാവനകളെല്ലാം ജീവബോധ ചേഷ്ടകളാകയാൽ സത്യനിശ്ചല സ്വരൂപിയായ അരുളിനെ അവയ്ക്ക് തന്നരുളുവാൻ കഴിവില്ലാതിരിക്കുന്നു. അരുൾ നമുക്ക് എന്തുകൊണ്ട് കിട്ടുന്നില്ല? ഭഗവത് കൃപ എന്തുകൊണ്ട് നമുക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഭഗവത് കൃപ മാത്രമേ ഇവിടെ ഉള്ളൂ. ബരിസത്ത് ബരിസത്ത് സദ്ഗുരു കൃപ, പിയോ പിയോ പ്യാരേ മന് നിശി ദിന് സാരേ. രാവും പകലും ഈശ്വര കൃപ നമ്മിൽ വർഷിച്ചു കൊണ്ടേയിരിക്കുന്നു. പക്ഷേ അതിൻ്റെ ഒരു തുള്ളി പോലും നമ്മുടെ പുറത്ത് പതിക്കാതെ നമ്മൾ അഹങ്കാരത്തിൻ്റെ കുടയും നിവർത്തിപ്പിടിച്ചാണ് ഇരിക്കുന്നത്. അഹങ്കാരത്തിൻ്റെ കുട നിവർത്തിപ്പിടിച്ചാൽ ഈ അരുൾ വർഷം നമ്മുടെ മേൽ എങ്ങനെ പതിക്കും? രമണ മഹർഷിയെടുത്ത് ഇതല്ലേ എന്ന് ചോദിച്ചത്. ആത്മസാക്ഷാത്കാരം, ഈശ്വര ദർശനം, ഇതിന് ഭഗവാന്റെ കൃപ വേണ്ടേ, അരുൾ വേണ്ടേ എന്നാണ്. ഇപ്പോൾ രമണ മഹർഷി പറഞ്ഞു എന്നാണ്, അരുൾതാ ഇരിക്കുന്നത് പോയി നീ കുറുക്കെ വരാമിരുന്നാ പോലും. അരുൾ എപ്പോഴും ഉണ്ട്. ഈശ്വര കൃപ പേമാരി പോലെ വർഷിക്കുകയാണ്. അഹങ്കാര ഇടയ്ക്ക് കയറി വന്ന് ആ കൃപാജലം നമ്മുടെ പുറത്ത് പതിക്കാതെ തടസ്സം സൃഷ്ടിക്കുന്നു, വർഷിക്കുകയാണ്. നിശിദിന്, രാവും പകലും വർഷിക്കുകയാണ് ഭഗവാന്റെ കൃപ, പെരുമഴ പോലെ. പക്ഷെ നമുക്കൊന്നും അനുഭവപ്പെടുന്നില്ലല്ലോ. ഞാനിപ്പോഴും പഴയതുപോലെ ദുഃഖത്തിലും ദുരിതത്തിലുമാണല്ലോ കഴിയുന്നത്. കാരണം ആ അഹങ്കാരത്തെ വിടുന്നില്ല ഉള്ളിൽ നിന്നും. അടുത്ത പദ്യത്തിലേക്ക് കിടക്കാം. സകലവും കേവലവും താക്കറുപ്പാൻ താനോ പകൽ വിളക്കോടുച്ചിപ്പടികം തകവൈ തൂൾ ഊട്ടി ഉറക്കുവത് നാമേ നം മുക്കലപ്പ് നാട്ടം ഒഴി എന്നരുളിനാൻ എന്നോട് ആജ്ഞാപിച്ചു, കൃപയോടുകൂടെ എന്നെ ഉപദേശിച്ചു. ആര്? എൻ്റെ ഗുരുവായ തിരുஞான സംബന്ധ സ്വാമികൾ. അദ്ദേഹത്തെയാണല്ലോ ഈ ഗ്രന്ഥകാരൻ ഗുരുവായി സ്വീകരിച്ചിരിക്കുന്നത്. എന്തു പറയുന്നു? സകലവും കേവലവും താക്കറുപ്പാൻ താനോ. സകലം വേർതിരിക്കുന്ന ബോധം, വ്യക്തിബോധം, ജീവബോധം, ഞാൻ എന്നുള്ളതൊന്ന് പൊന്തുമ്പോൾ ഞാനും ഞാനല്ലാത്തതും രണ്ടായി. ഒരു ഗ്ലാസ് മോളിൽ നിന്ന് താഴെ വീണു, അല്ലെങ്കിൽ ഒരു പെൻസിലോ പേനയോ നടുക്ക് വെച്ച് മുറിഞ്ഞു. വീഴ്ച 1, കഷണം 2, വെട്ടൊന്ന്, തുണ്ട് 2. ഇതല്ലേ നമ്മൾ പറയുക. ഒരു വെട്ടല്ലേ വെട്ടിയുള്ളൂ, എങ്ങനെയാണ് 2 കഷണം വന്നത്? അതങ്ങനെയാണ്. ഇതുപോലെ അഖണ്ഡമായ ബോധത്തിൽ ഞാനെന്നുള്ള ഒരു മുളപ്പ്, ഒരു നാമ്പ് ഉണ്ടായതോടുകൂടെ ഈ ബോധം ഞാനും ഞാനല്ലാത്തതുമായി മാറി. എന്ന് പറഞ്ഞാൽ ദ്രഷ്ടാവും ദൃശ്യവുമായി മാറി. അതുണ്ടാക്കിയത് ഈ ഞാനാണ്. ദൃശ്യത്തെ ഉണ്ടാക്കിയത് ജഗതീശ്വരനല്ല, ജീവനാണ്. ജീവഭാവം പൊന്തിയതോടുകൂടെ അതോടൊപ്പം ദൃശ്യവും സത്യമാണ് എന്നുള്ള തോന്നലും ഉണ്ടായി. എന്തുകൊണ്ട്? തൻ്റെ സ്വരൂപത്തെ മറന്നു. താൻ സർവവ്യാപകമായ ബോധമാണ് എന്നുള്ള സത്യത്തെ മറന്നു. ഞാനൊരു വ്യക്തിയാണ് എന്ന് വിചാരിച്ചു. അപ്പോഴിതാ മുമ്പിൽ പ്രപഞ്ചം. എവിടുന്ന് വന്നു? ഇതൊന്നും ചോദിക്കരുത്. മായ കൊണ്ടുണ്ടെന്ന് തോന്നി. ഞാൻ പൊന്തിയോ അതോടൊപ്പം ദൃശ്യവും പൊന്തി. ഞാൻ ഒടുങ്ങിയോ ദൃശ്യവും ഒടുങ്ങും. എത്രയോ പ്രാവശ്യം നമ്മുടെ ഉറക്കത്തിൽ ഒടുങ്ങിയിട്ടുണ്ട്. ഞാൻ എന്നുള്ള ഭാവം ഒടുങ്ങുമ്പോൾ ദൃശ്യങ്ങളൊന്നുമില്ല, ശരീരമില്ല, ഇന്ദ്രിയങ്ങളില്ല, മനസ്സില്ല, ബുദ്ധിയില്ല, പ്രപഞ്ചമില്ല, വേദങ്ങളില്ല, ആരാധനാ മൂർത്തിയില്ല, പൂജയില്ല, പുരസ്കാരമില്ല, യാഗമില്ല, യജ്ഞമില്ല, ഹോമമില്ല, ഒന്നുമില്ല. ഞാനുണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. എല്ലാം വന്നു. ഞാനിന്റെ പരിവാരമായി ഒക്കെ പൊന്തി.
സകലമും കേവലമും താക്കറുപ്പാൻ താനോ. സകലം വേർതിരിക്കുന്ന ബോധം അഹങ്കാരം, അത് വ്യക്തമായി പ്രകാശിക്കുന്ന രണ്ടവസ്ഥകളാണ് ജാഗ്രതും സ്വപ്നവും. ഇനി കേവലം എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ അബോധാവസ്ഥ, ഒരു ഇരുട്ട്, അന്ധകാരം, സുഷുപ്തി. ഇത് രണ്ടിൻ്റെയും ആക്രമണമാണ് ഓരോ ജീവനും അനുഭവിക്കുന്നത്. ഇത് ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയും ജീവനെ മാറി മാറി ആക്രമിക്കുന്നു. നമുക്ക് പോറലോ മുറിവോ ഒന്നും ഏൽക്കുന്നില്ലല്ലോ, ആക്രമിച്ചാൽ അതൊക്കെ വേണ്ടേ? ശരീരത്തിൽ മുറിവൊന്നും ഏൽക്കുന്നില്ല. ഈ അഹങ്കാരത്തിന് നല്ല വെട്ട് കിട്ടുന്നുണ്ട്, സുഷുപ്തിയിൽ ഇല്ല, അനുഭവത്തിലേ ഇല്ല. ഈ ഞാൻ ഉറക്കത്തിൽ, ജാഗ്രതത്തിലും സ്വപ്നത്തിലും അത് നല്ലതുപോലെ പ്രകാശിക്കുന്നു, ദ്വൈതത്തെ അനുഭവിച്ചുകൊണ്ട് കഴിയുന്നു. അപ്പോ ജാഗ്രത മാറി സ്വപ്നം, സ്വപ്നം മാറി സുഷുപ്തി, സുഷുപ്തി മാറി ജാഗ്രത. ഇതിലേതാ സത്യം? മൂന്ന് സത്യമല്ല. മാറുന്നത് സത്യമാവാൻ പറ്റില്ല, മാറ്റമില്ലാത്തതാണ് സത്യം. അപ്പോൾ ഒരവസ്ഥ മറ്റ് രണ്ടവസ്ഥകളെ നിരാകരിച്ചുകൊണ്ട്, നിഷേധിച്ചുകൊണ്ടാണ് ഉണ്ടാവുന്നത്. ഓരോന്നിനെയും മറ്റ് രണ്ടവസ്ഥകളെയും മൂന്നാമത്തെ അവസ്ഥ കീഴ്പ്പെടുത്തുന്നു. അപ്പോൾ മൂന്നും കള്ളം. ഈ മൂന്നവസ്ഥകളും ഏത് അധിഷ്ഠാനത്തിലാണോ മാറി മാറി വരുന്നത്, ആ അധിഷ്ഠാനം മാറ്റത്തിന് വിധേയമാവാത്തതായിരിക്കും. അതിനെയാണ് ശുദ്ധബോധം, ആത്മാവ്, ബ്രഹ്മം എന്ന് പറയുന്നത്. ആക്രമണത്തെ താക്കറുപ്പാൻ താനോ, സകലമും കേവലമും താക്കറുപ്പാൻ താനോ. താക്ക് എന്ന് പറഞ്ഞാൽ താക്കുതൽ, അറ്റാക്ക്, ആക്രമിക്കുക എന്നർത്ഥം. ഈ ആക്രമണത്തെ മുറിക്കുമോ? ഏത്? സകലവും കേവലവും. സകലത്തെ എന്ന് പറഞ്ഞാൽ ജാഗ്രത സ്വപ്നങ്ങളെ ഒഴിവാക്കിക്കൊണ്ടാണ് സുഷുപ്തി ഉണ്ടാവുന്നത്. സുഷുപ്തിയെ തകർത്തുകൊണ്ടാണ് ജാഗ്രത വീണ്ടും ഉണ്ടാവുന്നത്. ആ ജാഗ്രതത്തിനെ തകർത്തുകൊണ്ട് സ്വപ്നവും ഉണ്ടാവുന്നു. ഇങ്ങനെ പരസ്പരം ആക്രമിച്ച് കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥകളിൽ മാത്രം നിന്നാൽ ആത്മാവിനെ കിട്ടുമോ? ഇതാണ് ചോദ്യം. ഈ മൂന്നവസ്ഥകളിൽ മാറി മാറി കഴിയുന്നത് കൊണ്ട് ആത്മസാക്ഷാത്കാരം നേടാൻ സാധ്യമല്ല. ആക്രമണത്തെ മുറിക്കുമോ? താക്കറുപ്പാൻ താനോ എന്ന് പറഞ്ഞാൽ പൊരുതി കീഴ്പ്പെടുത്തുമോ? അങ്ങനെ ശുദ്ധ ബോധാനുഭവം നേടുമോ? നമ്മോട് ചോദിക്കാണ്, നിങ്ങളൊക്കെ നേടുവോ? നിങ്ങളെ മാറി മാറി ആക്രമിക്കുന്ന ഈ മൂന്നവസ്ഥകളിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം വേണ്ടേ? അതിനുള്ള പ്രയത്നം ചെയ്യുമോ? നിങ്ങൾ വിജയശ്രീലാളിതരാകുമോ എന്നൊക്കെയാണ് ചോദ്യം. പകൽ വിളക്കോട് ഉച്ചിപ്പടികം. ഈ ആത്മജ്ഞാനം ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, പകൽ വിളക്ക്, നട്ടുച്ചയ്ക്ക് വീട്ടുമുറ്റത്ത് ഒരു വിളക്ക് കത്തിച്ചു വെച്ചിരിക്കുകയാണ്. എന്തെങ്കിലും പ്രയോജനമുണ്ട്? ആ വിളക്ക് അവിടെ ഉണ്ടെന്ന് തന്നെ നമുക്ക് സൂക്ഷിച്ച് നോക്കിയാലേ അറിയാൻ പറ്റും. കാരണം ഉജ്ജ്വലമായ സൂര്യപ്രകാശത്തിൽ ഈ വിളക്കിന്റെ പ്രഭ ഒന്നുമല്ലാതായി പോകും. അതേസമയം കൂരിരുട്ടത്താണ് ഈ വിളക്ക് കത്തിച്ചു വെക്കുന്നതെങ്കിൽ അതുകൊണ്ട് പ്രയോജനമുണ്ട്. ഇരുട്ടിൽ വസ്തുക്കളെ നമുക്ക് കാണാൻ കഴിയും. ശുദ്ധ ബോധാനുഭവത്തിൽ ഈ അഹംബോധത്തിൻ്റെയും ജാഗ്രത സ്വപ്ന സുഷുപ്തികളുടെയും സ്ഥിതി ഈ വെയിലത്ത് അല്ലെങ്കിൽ നട്ടുച്ചയ്ക്ക് കത്തിച്ചു വെച്ച വിളക്ക് പോലെയാണ്. അവയുടെ സ്വാധീനം നഷ്ടപ്പെടും. പകൽ വിളക്കോട് ഉച്ചിപ്പടികം. ഉച്ചിപ്പടികം എന്ന് പറഞ്ഞാൽ, ഉച്ചി എന്ന് പറഞ്ഞാൽ ഉച്ച. നട്ടുച്ചയ്ക്ക് വെച്ചിട്ടുള്ള ഒരു സ്ഫടികം പോലെ പ്രകാശം സ്ഫടികത്തിൽ തട്ടി പ്രതിഫലിച്ചാലേ ഉള്ളൂ ആ സ്ഫടികം കൊണ്ട് പ്രയോജനം. വെറും സ്ഫടികം കൊണ്ട് പ്രയോജനമില്ല. എന്നാൽ മാണിക്യം പോലെയുള്ള രത്നങ്ങൾ ഇരുട്ടിലും പ്രകാശിക്കും. അത് അതിൻ്റെ ഉൾപ്രകാശമാണ്. പുറത്തു നിന്നൊരു പ്രകാശം അതിൽ പതിക്കണം എന്ന് നിർബന്ധമില്ല. അപ്പൊ ഈ അഹങ്കാരം ഒരു നിഴല് പോലെ ആയിത്തീരും. നട്ടുച്ചയ്ക്ക് കത്തിച്ചു വെച്ച വിളക്കോ അല്ലെങ്കിൽ ഒരു സ്ഫടികത്തെയോ പോലെ അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെടും. അതിനേക്കാളും മഹത്തായ ആത്മപ്രകാശത്തിൽ ഈ കൊച്ചു പ്രകാശം മങ്ങിപ്പോകും. എങ്ങനെയായിരിക്കും അത്? കണ്ടെത്തൂ, അന്വേഷിക്കൂ, അതിനെ ജീവിത ലക്ഷ്യമായി സ്വീകരിച്ച് മുമ്പോട്ട് പോകൂ. അല്ലാതെ വേറെന്താ മാർഗം? പോക്കറ്റിൽ നിന്ന് പേന എടുത്ത് കാണിക്കുന്നത് പോലെ ഇങ്ങനെ എടുത്ത് കാണിക്കാൻ പറ്റുമോ? ഇതാണ് ആത്മാവ് അല്ലെങ്കിൽ ഇതാണ് ആത്മാനുഭവം? നിവൃത്തിയില്ല. ആ സാധനം പുറത്തേ ഇല്ല, അവനവൻ്റെ ഹൃദയത്തിലാണ്. അവനവൻ്റെ ഹൃദയത്തിൽ ആഴ്ന്ന് മുങ്ങണം. അവിടെ കിടക്കുന്ന ആ രത്നത്തെ, മുത്തിനെ തപ്പിയെടുക്കണം, മുങ്ങിയെടുക്കണം. പകൽ വിളക്കോട് ഉച്ചിപ്പടികം തഹ വൈത്ത് ഊട്ടി. തഹ വൈത്ത് എന്ന് പറഞ്ഞാൽ യോഗ്യനാക്കി തീർത്ത്. ഈ ആത്മാവ് ജീവന് എങ്ങനെയാണ് ആത്മജ്ഞാനം ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് അറിയാമോ? ഈ ജീവന്റെ ജീവഭാവത്തെ നശിപ്പിച്ച് ആത്മജ്ഞാനത്തിനുള്ള യോഗ്യത ഉണ്ടാക്കി കൊടുത്ത് ആത്മജ്ഞാനിയാക്കി തീർക്കും. കാരണം ആ മഹത്തായ സത്യത്തെ
അല്പമായ ഒന്ന് ഗ്രസിച്ചു എന്ന് വരരുത്. അഹങ്കാരം ഈ ആത്മജ്ഞാനം നേടി സാധ്യമല്ല. മഹത്തായ പ്രപഞ്ചത്തിന്റെ അധിഷ്ഠാനമായ വസ്തു മഹത്തായ ഒന്നിനാൽ മാത്രം അറിയപ്പെടണം. അല്പനായ ജീവന്റെ ജ്ഞാനത്തിനകത്തത് പെടാൻ പാടില്ല. അതുകൊണ്ട് ആ ഭഗവാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ ജീവന്റെ ജീവഭാവത്തെ മാറ്റി ഇയാളെ കൈപിടിച്ചുയർത്തി തന്റെ സിംഹാസനത്തിൽ തന്റെ അടുത്ത് പിടിച്ചിരുത്തും. കർണനെ എന്താ ചെയ്തത് ദുര്യോധനൻ? രാജകുമാരന്മാർ മാത്രം പങ്കെടുക്കാൻ പറ്റുന്ന ഒരു മത്സരമാണ് അവിടെ സംഘടിപ്പിച്ചത്. അതിനിടയ്ക്ക് പാവം ദുര്യോധനന്റെ കൂട്ടുകാരനാണ് എന്ന് പറഞ്ഞിട്ട് കർണനും വന്നു. കർണൻ സൂതപുത്രനാണ്, തേരാളിയുടെ മകനാണ്, അധിരഥന്റെയും രാധയുടെയും മകനാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷെ നല്ല അസ്ത്ര പാഠവും ഉള്ള ആളായിരുന്നു അദ്ദേഹം. ആ മത്സര രംഗത്ത് എത്തി. ബാക്കിയുള്ളവർ പറഞ്ഞു, താൻ രാജകുമാരനാണോ, ക്ഷത്രിയനാണോ, രാജവംശത്തിൽ പിറന്നവനാണോ? അവർക്ക് മാത്രം പങ്കെടുക്കാൻ പറ്റുന്ന ഒരു വേദിയാണിത്, ഒരു മത്സരമാണ്, കടക്കപ്പുറത്ത്. അപ്പോഴാണ് ദുര്യോധനൻ എന്ത് ചെയ്തത്? രാജാക്കന്മാർക്കും രാജകുമാരന്മാർക്കും മാത്രമല്ലേ ഇതിൽ പങ്കെടുക്കാവൂ. ഞാൻ ഈ കർണനെ അംഗരാജ്യത്തിന്റെ രാജാവായി ഇപ്പൊ വാഴിക്കുന്നു. അംഗരാജ്യത്തിന്റെ രാജാവാണ് ഞാൻ, അദ്ദേഹത്തിന് അഭിഷേകം ചെയ്യുന്നു, രാജാവായി പ്രഖ്യാപിക്കുന്നു. ഇനി പങ്കെടുക്കാമല്ലോ. അങ്ങനെയാണ് പങ്കെടുത്തത്. ഇതുപോലെയാണ് ഭഗവാനെ സാക്ഷാത്കരിക്കണമെങ്കിൽ അല്പനായ ജീവന് സാധ്യമല്ല. പക്ഷെ ഈ ജീവന് ഭഗവത് സാക്ഷാത്കാരം കൂടിയേ തീരും. അതുകൊണ്ട് ഈ ജീവനിലുള്ള മാലിന്യങ്ങളെയെല്ലാം മാറ്റി അയാളിലുള്ള കുറ്റവും കുറവുകളുമെല്ലാം തീർത്ത് അയാളെ പരിശുദ്ധനാക്കി തന്നെ പോലെയാക്കി തൻ്റെ ഒപ്പം പിടിച്ചിരുത്തി അദ്ദേഹം അനുഗ്രഹിക്കും. അതുകൊണ്ട് ആത്മാവ് അറിയപ്പെടുന്നത് ആത്മാവിനാൽ തന്നെയാണ്, ജീവനാലല്ല. ജീവനല്ല ആത്മാവിനെ സാക്ഷാത്കരിക്കുന്നത്. ആ ആത്മാ സാക്ഷാത്കാരത്തിന് തടസ്സമായിരുന്ന ജീവഭാവത്തെ ഈ പരമാത്മാവ് നീക്കി അനുഗ്രഹിക്കുന്നു. അതാണ് ഭഗവത് കൃപ, ഈശ്വരാനുഗ്രഹം എന്ന് പറഞ്ഞത്. അപ്പോൾ യോഗ്യനാക്കി തീർക്കുന്നു, യോഗ്യതയുണ്ടാക്കുന്നു. എന്നിട്ടാണ് തൻ്റെ ഒപ്പം ഞാൻ നീ തന്നെ, നീ ഞാൻ തന്നെ എന്ന് പഠിപ്പിച്ചുകൊണ്ട് ആ അറിവ് നൽകിക്കൊണ്ട് ഉള്ളിൽ പ്രകാശിക്കുന്നത്. തഹവെയ്ത്ത് ഊഴൂട്ടി. ഈ ഊഴെന്ന് പറഞ്ഞാൽ പൂർവകർമ്മങ്ങൾ, ആ കർമ്മഫലങ്ങൾ. ഊഴെന്ന് പറഞ്ഞാൽ പഴയത് എന്നാണ് അർത്ഥം, പുരാതനം. അതിനെയാണ് ഊഴെന്ന് പറയുന്നത്. ഊട്ടി എന്ന് പറഞ്ഞാൽ പഴയ കർമ്മങ്ങളുടെയൊക്കെ ഫലങ്ങളെ ഇവനെ കൊണ്ട് അനുഭവിപ്പിച്ച് രക്ഷപ്പെടാമെന്ന് നോക്കണ്ട. ഒന്നുമില്ലെങ്കിൽ ഈ പ്രാരബ്ധ കർമ്മം അനുഭവിച്ചല്ലേ പറ്റൂ. ഈ ശരീരം ഉണ്ടാകാൻ കാരണമായ കർമ്മമാണ് പ്രാരബ്ധ കർമ്മം. അതിൽ സുഖവും പെടും ദുഃഖവും പെടും. ഇത് രണ്ടും അനുഭവിക്കാതെ ഒരു ജ്ഞാനിക്കും രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പൊ ആ കർമ്മഫലങ്ങൾ, വാസനാനാശം സംഭവിക്കണം. അപ്പൊ ആ പഴയ കർമ്മങ്ങളും അവയുടെ ഫലങ്ങളെയും ഊട്ടി, മലയാളത്തിലുള്ള ഊട്ടുക, ഭുജിപ്പിച്ച്, അമ്മ കുട്ടിയെ ചോറ് ഊട്ടുന്നത് പോലെ നീ ഇതൊക്കെ അനുഭവിച്ചിട്ടേ പോകാവൂ. അനുഭവിപ്പിക്കും. അപ്പോഴെന്താ? കടുത്ത കഷ്ടം, ദുരിതം വരുമ്പോ ഭഗവാൻ നമ്മെ ചോറൂട്ടുകയാണ്. എന്റെ കർമ്മഫലം ഭഗവാൻ ദുഃഖരൂപത്തിൽ എനിക്ക് പ്രദാനം ചെയ്യുന്നു. കഴിച്ചോളൂ. ഊട്ടിയാ പിന്നെ കഴിക്കാതിരിക്കാൻ പറ്റൂ. ഊട്ടി ഉറക്കുവത്. കൊച്ചിന് ചോറ് കൊടുത്തു കഴിഞ്ഞാൽ അമ്മ എന്താ? കുട്ടിയെ ഉറക്കും, താരാട്ടുപാടി ഉറക്കും, അല്ലെങ്കിൽ തൊട്ടിലി കിടത്തി ആട്ടി ഉറക്കും, അല്ലെങ്കിൽ മടിയിൽ കിടത്തും. ഊണ് കഴിച്ചു കഴിഞ്ഞാൽ എടുത്തത് ഉറക്കമാണല്ലോ. വലിയവർക്ക് ഇതാണല്ലോ ഏർപ്പാട്. സർക്കാർ ആഫീസുകളിൽ പോലും ഇതാണല്ലോ. ഒരു 2 മണിക്ക് എന്ന് നോക്കൂ, എല്ലാവരും ഒരു ബോധാവസ്ഥയിലായിരിക്കും. ഫയല് മുമ്പിൽ തുറന്നു വെച്ചിട്ടുണ്ടാവും. ആ സമയത്ത് പോയി കയറിയ കാണാം കാഴ്ച. അപ്പൊ ഊട്ടി ഉറക്കുവത്, ഇങ്ങനെ പ്രാരബ്ധ കർമ്മങ്ങളെ ഭുജിപ്പിക്കുകയും, ഉറക്കുവത് എന്ന് പറഞ്ഞാൽ ആ പ്രാരബ്ധ കർമ്മങ്ങളൊക്കെ അനുഭവിച്ച് തീർത്തു കഴിഞ്ഞാൽ പരമശാന്തിയിലേക്ക് കൊണ്ടുപോകുന്നത്. അതാണ് ഉറക്കുക. സുഖകരമായ ആ ആത്മാനന്ദം ഉണ്ടാക്കി തീർക്കുന്നതും ഏതോ ഭഗവാനല്ല, നാമേ, നമ്മൾ തന്നെയാണ്. അവനവൻ തന്നെയാണ് അവനവനെ ഉദ്ധരിക്കുന്നതും അധപ്പതിപ്പിക്കുന്നതും. വേറെ ആരും നമ്മുടെ സഹായത്തിന് എത്താനില്ല. നല്ല പോലെ മനസ്സിലാക്കിക്കോളും. ആചാര്യൻ രക്ഷിക്കും, ഗുരു രക്ഷിക്കും. ഗുരു രക്ഷിക്കുമെന്ന് പറയുന്നില്ല, അദ്ദേഹം വഴികാട്ടിയാണ്. യു ഗോ ദിസ് വേ, ഈ മാർഗത്തിലൂടെ പോകൂ. നടന്നു നീങ്ങേണ്ടത് നമ്മളാണ്. വഴി കാണിച്ചു തരാനേ പറ്റൂ. അമ്മ കൊച്ചിനെ നടത്തിക്കുന്നത് പോലെ ആചാര്യൻ ശിഷ്യനെ നടത്തിക്കില്ല, നടത്തിക്കാൻ ഒക്കില്ല. അവനവൻ തന്നെ നടന്നു നീക്കണം. ഓരോ അടിയും എടുത്തു വെച്ച് ആ സത്യത്തിലേക്ക്, സത്യത്തെ സമീപിക്കണം.
അപ്പോൾ അവസാനം ആ ശാന്തി ഉണ്ടാക്കി തീർക്കുന്നതും നാമേ, അവനവൻ തന്നെയാണ്. ഇതേ കാര്യമാണ് യോഗവാസിഷ്ടത്തില് വസിഷ്ഠ മഹർഷി പറയുന്നത്. രാമ, പൗരുഷത്തെ പ്രയോഗിക്കും. നിന്റെ ഇച്ഛാശക്തി, വിൽ പവർ മുകളിലേക്ക് നോക്കി വേഴാമ്പലിനെ പോലെ മറ്റുള്ളവർക്ക് അനുകമ്പ ജനിപ്പിക്കുന്ന രീതിയിൽ ഒരു ഈശ്വരാന്വേഷണം നമുക്ക് വേണ്ട. കുറഞ്ഞ പക്ഷെ ഇവിടെയുള്ളവർക്ക് വേണ്ട. അതിന്റെ ആവശ്യമില്ല. നിങ്ങളുടെ ജന്മാവകാശമാണ്. നിങ്ങൾക്ക് പ്രയത്നിച്ചാൽ ഇത് തീർച്ചയായിട്ടും കിട്ടും. പ്രയത്നിച്ചാൽ കിട്ടും. നമ്മൾ ദുർബലരായി തളർന്നു പോകുമ്പോഴാണ് ദൈവമേ, ഭഗവാനെ എന്നൊക്കെ വിളിക്കുന്നത്. ഇതിന്റെ അർത്ഥം ഭക്തി വേണ്ടെന്നാണോ? നിങ്ങളുടെ ഏഴത്തെ കളയും. ഈ പിച്ചക്കാര ബുദ്ധി ഉണ്ടല്ലോ, ഭിക്ഷക്കാരന്റെ ബുദ്ധി, അത് വേണ്ട. ധൈര്യത്തോടുകൂടി നിങ്ങളുടെ അവകാശം പോലെ ഈശ്വരനോട് ഈ മോക്ഷം ചോദിച്ചു വാങ്ങും. ഡോണ്ട് ബെഗ്, ആസ്ക്, കമാൻഡ്, ഡിമാൻഡ്. എനിക്ക് വേണം, ഇത് തരാതെ ഞാൻ അങ്ങേ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയണം. ഏത് ജഗതീശ്വരനും മുട്ടുമടക്കുകയേ നിവൃത്തിയുള്ളൂ. അതൊക്കെ അഹങ്കാരത്തെ വളർത്തില്ലേ? ഈ ഒരു കാര്യത്തിൽ അല്പം അഹങ്കാരം ഉണ്ടായാലും ദോഷമൊന്നും. ഇച്ഛാശക്തിയെ പ്രയോഗിക്കുന്ന കാര്യത്തിൽ സ്വല്പം അഹങ്കാരമൊക്കെ ഉണ്ടായാലും ദോഷമൊന്നും വരില്ല. അത് ജഗതീശ്വരന് ഇഷ്ടമാണ്. യശോദാമ്മ കണ്ണനെ ഒരലിൽ കെട്ടിയിട്ടില്ലേ? ആ അമ്മയോട് കൃഷ്ണന് വല്ല ദേഷ്യം ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. എൻ്റെ മോൻ ധീരനാണ് എന്ന് അദ്ദേഹം സന്തോഷിക്കുന്നു. എരപ്പാടിയല്ല എൻ്റെ മോൻ, മിടുക്കൻ, ധീരപുത്രൻ. അവൻ എന്നോട് ആജ്ഞാപിക്കുകയാണ്, അവന്റെ അവകാശം ചോദിച്ചു വാങ്ങിക്കുകയാണ്. മക്കള് പിതൃസ്വത്ത് അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു വാങ്ങിക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിലുള്ള ദൗർബല്യങ്ങൾ ആദ്യം നീങ്ങണം. ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, എല്ലാം അവിടുന്ന് കിട്ടണം, ഭഗവാൻ നമുക്ക് തരണം. ഭഗവാൻ തരാനില്ല, തന്നു കഴിഞ്ഞു, തന്നോണ്ടിരിക്കുകയാണ്. ഇനിയും എന്തിനാ ഈ ഭിക്ഷക്കാരനെ പോലെ പെരുമാറുന്നത്? പിച്ചച്ചട്ടി അദ്ദേഹത്തിന് ഇഷ്ടമല്ല, നമുക്ക് തന്നെ ഇഷ്ടമല്ല. ഒരു ഭിക്ഷക്കാരനെ കണ്ട സന്തോഷം തോന്നുന്നു, എന്തെങ്കിലും കൊടുത്ത് ഒഴിവാക്കാനല്ലേ നോക്കൂ. അപ്പൊ ഊട്ടി ഉറക്കുവത് നാമേ, നമ്മൾ തന്നെയാണ്. പ്രാരബ്ധ കർമ്മങ്ങൾ നേരത്തെ കർമ്മം ചെയ്തതും അതിൻ്റെ ഫലം പിന്നീട് അനുഭവിച്ച് ആ കർമ്മവാസനകളെയും കർമ്മഫലങ്ങളെയും ക്ഷയിപ്പിക്കുന്നതും അവസാനം പരമശാന്തിയിൽ എത്തുന്നതും നമ്മളാണ്. ഭഗവാൻ വേണ്ടേ? നിങ്ങൾ ദുർബലനാണെങ്കിൽ ഭഗവാന്റെ സഹായം അഭ്യർത്ഥിച്ചോളൂ, കിട്ടും. കിട്ടുന്നല്ല, കിട്ടിക്കഴിഞ്ഞു. ഇച്ഛാശക്തി, പൗരുഷം, അതിനെ നമ്മളിൽ ഊട്ടി നിറച്ചിട്ടാണ് അദ്ദേഹം നമ്മെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. ഞാനതിനെ വിനിയോഗിക്കാതെ പിന്നെയും തായോ എന്ന് പറഞ്ഞ് മുകളിൽ നോക്കി ഭഗവാന്റെ അടുത്ത് യാചിച്ചാൽ ഒരു ഭഗവാനും അത് ഇഷ്ടപ്പെടില്ല. മുകളിൽ നോക്കിയാണ് എല്ലാം ചോദിക്കുന്നത്. മുകളിലുള്ളവൻ മുകളിലോ, ഏത് മുകളിലുള്ളവൻ താഴെ ഇല്ലേ? വശങ്ങളിലില്ലേ? മുമ്പിലും പുറകിലും ഒന്നും ഇല്ലേ? അകറ്റി നിർത്തരുത് ഭഗവാനെ. ഭഗവാൻ നമ്മിൽ നിന്ന് വളരെ അകലെയാണ്, ദൂരത്താണ് എന്നൊരു ഭാവം ഉണ്ട്. എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ അന്തരാത്മാവായി ഭഗവാനുണ്ട്. എനിക്ക് വേണ്ടത് അദ്ദേഹത്തിന് നല്ലതുപോലെ അറിയാം. ഞാൻ ചോദിക്കാതെ തന്നെ അദ്ദേഹം തരും. നീ ഇപ്പൊ എന്തിനാ ചോദിക്കുന്നത്? ഉട്കലപ്പ് നാട്ടം ഒഴി. ഉട്കലപ്പ് എന്ന് പറഞ്ഞാൽ താനുമായുള്ള ചേർച്ച, താനായിരിക്കുന്ന അന്തരാത്മാവിനെ നേടാനുള്ള ശ്രമം. ആ ശ്രമത്തെ വിട്ടേക്കൂ എന്നാണ് പറയുന്നത്. ആത്മാവിനെ അറിയണം, അതിനുള്ള പരിശ്രമം ചെയ്യണം, ആത്മമാർഗത്തിലൂടെ മുന്നോട്ട് പോകണം എന്ന് ഇത്രയും നേരം പറഞ്ഞിട്ട് ഉട്കലപ്പ് നാട്ടം ഒഴി. ഞാൻ എൻ്റെ അന്തരാത്മാവുമായി ചേരണം എന്നൊരാഗ്രഹമോ അഭിലാഷമോ ഉണ്ടല്ലോ, അതിനെയും കളഞ്ഞേക്കുന്ന. അതും വേണ്ട. എന്തുകൊണ്ടെന്നോ, നിങ്ങൾ അതാണ്. ഇനി എന്ത് ചേർച്ച? തത്വമസിശ്വേതകേതോ, നീ അതാണ്. ഇനിയിപ്പോ അതുമായിട്ട് ചേരണം, അങ്ങേരുടെ അടുത്ത് പോകണം, ഇരിക്കണം, അദ്ദേഹത്തിന്റെ മടിയിൽ കിടക്കണം. ഇതൊക്കെ എന്തിന്? നീ അതാണ്, ഞാൻ അതാണ് എന്ന് വിശ്വസിച്ച് അതിൽ അമർന്നു പോയാൽ മാത്രം മതി. വേറൊന്നും വേണ്ട. നാട്ടമൊഴി എൻ്റെ അരുളിനാൻ എന്ന് അദ്ദേഹം അരുളി ചെയ്തു. ആര്? എൻ്റെ ഗുരുവായ തിരുஞான സംബന്ധമൂർത്തി സ്വാമികൾ. അദ്ദേഹം പറഞ്ഞു, മോക്ഷത്തിന് വേണ്ടി നീ ഒരു പ്രയത്നവും ചെയ്യണ്ട, ഭഗവാനുമായി കൂടിക്കലരാൻ ഒന്നും ചെയ്യണ്ട, മിണ്ടാതിരുന്നാൽ അദ്ദേഹം നിന്നെ ആലിംഗനം ചെയ്യും. നീ അദ്ദേഹത്തോടു കൂടി ചേരണം എന്നാണല്ലോ വിചാരിക്കുന്നത്. വേണ്ട, നീ മിണ്ടാതിരുന്നാൽ മതി, അദ്ദേഹം ഓടിയെത്തും. ഈ സന്ദർഭത്തില് ശ്രീനാരായണ ഗുരുദേവന്റെ ഒരു പദ്യം ഞാൻ ഇതിൽ എഴുതി വെച്ചിരിക്കുകയാണ്. സന്ദർഭത്തിന് യോജിച്ചതായതുകൊണ്ട് അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. പച്ചക്കള്ളം വിതറ്റി പഴവിനെ കുടികെട്ടി കിടക്കുന്നൊരെന്മൈ എച്ചിൽ ചോറുണ്ടിരപ്പോടൊരു വടിയുമെടുത്തോടി മൂടറ്റിടും മുൻ പച്ചപ്പൊന്മയിലേറി പരിചിനൊടെഴുന്നള്ളി പടിക്കൽ കിടക്കും പിച്ചക്കാരനു വല്ലോം ഒരു ഗതി തരണേ, മറ്റെനിക്കാരുമില്ലേ. സുബ്രഹ്മണ്യനോട് അപേക്ഷിക്കുന്നതാണ്.
പച്ചക്കള്ളം വിതറ്റി. പ്രപഞ്ചമാണ് പച്ചക്കള്ളം, മിഥ്യ. ഈ മിഥ്യാരൂപമായ പ്രപഞ്ചത്തിൽ എന്നെ കൊണ്ട് തള്ളി. എന്റെ ശരീരമോ പഴവിന കുടികെട്ടി കിടക്കുന്നൊരെന്മെയ്. പഴവിന പൂർവകർമ്മങ്ങൾ, വിന എന്ന് പറഞ്ഞാൽ കർമ്മം, പൂർവജന്മങ്ങളിൽ ചെയ്തു കൂട്ടിയ നല്ലതും ചീത്തയുമായ കർമ്മങ്ങൾ ആ പഴവിന കുടികെട്ടി കിടക്കുന്നു എന്ന് പറഞ്ഞാൽ വീടെടുത്ത് താമസിക്കുകയാണ് ഈ ശരീരത്തിനകത്ത്. ശരീരമാകുന്ന വീട്ടിനകത്ത് ഈ വാസനകളും പഴയ കർമ്മഫലങ്ങളും ഒക്കെ ഇങ്ങനെ കെട്ടിക്കിടക്കുകയാണെന്ന്. ഗോഡൗണിൽ നമ്മൾ അരിച്ചാക്കുകളൊക്കെ അടുക്കി വെക്കുന്നത് പോലെ. എത്ര ഉണ്ടെന്ന് അറിയില്ല. പഴവിനെ കുടികെട്ടിക്കിടക്കുന്നൊരെന്മെയ്. ശരീരത്തിലല്ല, ശരീരത്തിനകത്തുള്ള മനസ്സിലാണ് ഈ വാസനകളൊക്കെ, ബുദ്ധിയിലാണ്. ആ മെയ്യും ഈ ശരീരവും വെച്ചോണ്ട് ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ ആരാ? എച്ചിൽ ചോറുണ്ട്. അവധൂതനായിരുന്നല്ലോ, അലഞ്ഞു തിരിയലായിരുന്നല്ലോ ഗുരുദേവന്റെ പ്രധാന ജോലി. അപ്പൊ മിക്കവാറും എച്ചിൽ ചോറുണ്ണേണ്ടി വരും. ആരും കൊടുത്തു ഒന്നും വരില്ല. അപ്പൊ എച്ചിൽ ചോറുണ്ട് നടക്കുന്ന എന്നെ പോലെയുള്ള എരപ്പാളികൾ ധാരാളം ഉണ്ട്. അവർക്കെന്താ ഭഗവാൻ ആ അന്നം എത്തിക്കാത്തത്? അതിനുള്ള യോഗം ഉണ്ടെങ്കിൽ കിട്ടും, ഇല്ലെങ്കിൽ ഇല്ല. എച്ചിൽ ചോറുണ്ട്, എച്ചിൽ ചോറുണ്ട്. ഇരപ്പോട്, ഇരപ്പോടെന്ന് പറഞ്ഞാൽ ഇരക്കാൻ ഉപയോഗിക്കുന്ന ഓട്, ഭിക്ഷാപാത്രം. ആ ഭിക്ഷാപാത്രവും കയ്യിലൊരു വടിയും. ഇരപ്പോടൊരു വടിയും എടുത്ത് ഓടി മൂടറ്റിടും മുൻ. ശ്രീനാരായണ ഗുരുദേവന്റെ കയ്യില് അവസാന കാലത്ത് വൃദ്ധനായപ്പോ കയ്യിലൊരു വടി ഉണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ വടിയില്ല, അത്രയേ ഉള്ളൂ. ഓട്ടത്തിന് കുറവൊന്നുമില്ല. ഉണ്ടോ? എവിടെയൊക്കെയാ ഓടുന്നത്? ഓടി അവസാനം ഈ ശരീരം അതിന്റെ പ്രാരബ്ധം തീർന്ന് താഴെ പതിക്കും. ഓടി മൂടത്തിടും മുൻ. ആ ഓടി തറയിൽ പതിക്കുന്നതിന് മുൻപ് ഹേ സുബ്രഹ്മണ്യ സ്വാമി ഒരു സഹായം ചെയ്യും. എന്തിനെന്നോ അപേക്ഷിക്കരുത് എന്നൊക്കെയാണ് കുറച്ചു മുമ്പ് പറഞ്ഞത് ഭഗവാന്റെ അടുത്ത്. പക്ഷേ ശ്രീനാരായണ ഗുരുദേവൻ സ്വയം പറയുകയാണ്, എച്ചിൽ ചോറുണ്ട് ഇരപ്പോടും എടുത്ത് ഒരു വടിയും എടുത്ത്. ഞാൻ പണ്ടേ പിച്ചക്കാരനാണ്, അതുകൊണ്ട് എനിക്ക് യാചിക്കുന്നതിലെ വലിയ ഉളുപ്പൊന്നുമില്ല, ജാള്യതയൊന്നുമില്ല. പണ്ടേ പിച്ചക്കാരനാണ്, അതുകൊണ്ട് ഞാനിതാ അങ്ങയോട് അപേക്ഷിക്കുന്നു, യാചിക്കുന്നു. ഈ ശരീരം പതിക്കുന്നതിന് മുൻപ് പച്ചപ്പൊൻ മയിലിലേറി. അങ്ങയുടെ വാഹനമുണ്ടല്ലോ മയിൽ, ആ പച്ച പൊൻനിറത്തിലുള്ള മയിലിൽ കയറി പരിചിനോട് അഴകോടെ ഭംഗിയായി എഴുന്നള്ളി. അങ്ങ് എഴുന്നള്ളി വരണം. എന്തിന്? പടിക്കൽ കിടക്കും. അങ്ങയുടെ വീട്ടിന്റെ പടിയില് ഒരു പിച്ചക്കാരൻ വന്ന് കിടപ്പുണ്ട്. ഈ ഞാൻ പടിക്കൽ കിടക്കും പിച്ചക്കാരന്, ഈ ഭിക്ഷക്കാരന്, ഭിക്ഷാന്തേഹിക്ക് വല്ലോം ഒരു ഗതി തരണേ, എനിക്കൊരു സദ്ഗതി ഉണ്ടാക്കി തരാൻ അങ്ങ് വിചാരിച്ചാൽ മതി. കാരണം ജ്ഞാനദാതാവാണ് സുബ്രഹ്മണ്യൻ. ശിവനും അങ്ങനെ തന്നെ. ശിവപുത്രനായ സുബ്രഹ്മണ്യൻ ജ്ഞാനസ്വരൂപിയാണെന്നാണ്. അപ്പൊ അങ്ങ് വിചാരിച്ച ഈ പിച്ചക്കാരന് ഒരു സദ്ഗതി കിട്ടാനുള്ള മാർഗം തുറന്നു കിട്ടും. പിച്ചക്കാരന് വല്ലോം ഒരു ഗതി തരണേ. എന്തുകൊണ്ടെന്നോ, നിനക്ക് വേറെ എവിടെയെങ്കിലും പോയി ചോദിച്ചുകൂടാ? വേറെ എത്രയോ ഉണ്ടല്ലോ. എന്റെ ചേട്ടൻ ഗണപതിയുണ്ട്, അച്ഛൻ ശിവനുണ്ട്, അച്ഛന്റെ അളിയനുണ്ട് മഹാവിഷ്ണു. ആര്? ശിവന്റെ ഭാര്യയുടെ സഹോദരനാണ് മഹാവിഷ്ണു, പാർവതിയുടെ സഹോദരനാണ്. ഈ ത്രിമൂർത്തികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരിമാരെയാണ് കിട്ടിയത്. ശിവന്റെ സഹോദരിയാണ് സരസ്വതി. സരസ്വതിയെ കല്യാണം കഴിച്ചിരിക്കുന്നത് ബ്രഹ്മാവ്. ശിവന്റെ പത്നി വിഷ്ണുവിന്റെ സഹോദരിയായ പാർവതിയാണ്. ലക്ഷ്മി പരമേശ്വരന്റെ സഹോദരിയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ബന്ധം ഒരിക്കലും സാധ്യമല്ല. പറ്റുമോ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ്? അങ്ങോട്ടും ഇങ്ങോട്ടും സഹോദരിമാരെ കിട്ടുക. അപ്പോ ഈ പിച്ചക്കാരന് വല്ലോം ഒരു ഗതി തരണേ, എന്തെങ്കിലും ഒരു സദ്ഗതി ഉണ്ടാക്കി തരണേ. എന്തുകൊണ്ടാ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചതെന്ന് ചോദിച്ചാൽ, മറ്റെനിക്കാരുമില്ലേ, വേറെ ആരുമില്ല എൻ്റെ ഭഗവാനെ, അങ്ങ് മാത്രമേ ഉള്ളൂ. അങ്ങയുടെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എന്നെ പോലെ ഒരു പിച്ചക്കാരനാണ്, പരമേശ്വരൻ. ഒരു പിച്ചക്കാരൻ വേറൊരു പിച്ചക്കാരൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചാൽ എന്ത് കിട്ടാനാണ്? അങ്ങ് അങ്ങനെയല്ല. നല്ല സുന്ദരൻ, ഐശ്വര്യമുള്ളവൻ, മയിലിൽ കയറി സഞ്ചരിക്കുന്നവൻ, ജ്ഞാനസ്വരൂപൻ. അതുകൊണ്ട് എനിക്കൊരു സദ്ഗതി കിട്ടാൻ വേണ്ടി അല്പം ജ്ഞാനം എനിക്കും പകർന്നു തന്നൂടെ, എൻ്റെ ബുദ്ധിയിലും അല്പം ജ്ഞാനം പ്രകാശിപ്പിച്ച് തന്നൂടെ എന്നാണ് അപേക്ഷിക്കുന്നത്. അതിൻ്റെ മലയാളം വ്യാഖ്യാനം കൂടെ വായിച്ചിട്ട് നമുക്ക് നിർത്താം. അരുൾ സഹായത്താൽ തന്നെ സങ്കല്പമായി നിന്ന് സകലാവസ്ഥയും വികല്പമായി നിന്ന് കേവലാവസ്ഥയും മാറ്റേണ്ടതാണ്. സകലാവസ്ഥ, ജാഗ്രതത്തിലും സ്വപ്നത്തിലും സങ്കല്പം ഉണ്ടാവും. അതോടുകൂടെ ചേർന്ന് നിന്നേ നമുക്ക് ആ അവസ്ഥയെ അതിജീവിക്കാൻ പറ്റും. കേവലാവസ്ഥയിൽ അതിൻ്റെ ആവശ്യമില്ല, സുഷുപ്തി. അപ്പൊ അതില് നിർവികല്പമായി നിന്നുകൊണ്ട് ദ്വൈതമൊന്നും കലരാതെ രണ്ടിനെയും താണ്ടിക്കിടക്കണം.
എന്ന് പറഞ്ഞാൽ രണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ സകലവും നിഷ്കലവും, സകലത്തിൽ ജാഗ്രതും സ്വപ്നവും പെടും. കേവലം ഇരുട്ട് എന്ന് പറഞ്ഞല്ലോ, ഇരുൾ കേവലം, അത് സുഷുപ്തി. ചുരുക്കം മൂന്നവസ്ഥയെയും കടന്നു പോകേണ്ടതാണ്, കേവലാവസ്ഥയെയും മാറ്റേണ്ടതാണ്. ജീവബോധം മൂലം അവ മാറ്റപ്പെടാവുന്നതല്ല. ഈ ജീവൻ വിചാരിച്ചാൽ ഈ അവസ്ഥകളെ അതിജീവിക്കാൻ സാധ്യമല്ല. പകൽ വിളക്ക് പോലെയും ഉച്ചനേരത്തെ സ്ഫടികം പോലെയും എൻ്റെ സന്നിധാനത്തിൽ നിന്റെ ജീവബോധം ചേഷ്ടാരഹിതമായി ഭവിക്കുന്നതാണ്. അത് നീ അറിയണം. ഭഗവത് സാന്നിധ്യത്തിൽ അല്ലെങ്കിൽ ഗുരുവിൻ്റെ മുമ്പിൽ, ആ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ ജീവബോധം അകലുന്നത്. നിന്റെ കർമാനുസരണം നിന്നെ ഊട്ടി ഉറക്കി രക്ഷിക്കുന്നതും എൻ്റെ തന്നെ എന്ന് നീ ദൃഢമായി ഉറയ്ക്കണം. ഞാൻ തന്നെ എന്ന് പറയുന്നതാവും അവിടെ കുറച്ചുകൂടെ ശരി. അങ്ങനെ നിന്റെ ജീവബോധം ലേശവും ഉയരാതെ മടങ്ങി അടങ്ങുമെങ്കിൽ നാം ഇരുവർക്കും അഭേദമായ ഐക്യം ഭവിക്കുന്നതാണ്. ഗുരുവും ശിഷ്യനും ഐക്യം സംഭവിക്കും, ശിഷ്യനും ബ്രഹ്മത്തിനും ഐക്യം സംഭവിക്കും. എല്ലാം ഒന്നായിത്തീരും. നിന്റെ ജീവബോധത്തിൽ നീ എന്നെ അടുക്കുന്നുവെന്നും ഞാൻ നിന്നെ സ്വീകരിക്കുന്നു എന്നുമുള്ള ബുദ്ധി നിന്നിലുണ്ടാകുന്ന പക്ഷം നാം ഇരുവർക്കും ഐക്യം സംഭവിക്കുന്നതല്ല. ഭഗവാന്റെ അടുത്ത് ഞാനിതാ പോകുന്നു, ഭഗവാൻ എന്നെ രണ്ട് കൈയിൽ നീട്ടി സ്വീകരിക്കുന്നു, എന്നെ ആലിംഗനം ചെയ്ത് അദ്ദേഹത്തോടു കൂടി ചേർക്കുന്നു. അങ്ങനെയൊന്നുമില്ല. ഒരിടത്തും പോകാനും ഇല്ല, വരാനും ഇല്ല, കെട്ടിപ്പിടിച്ച് ചേർക്കാനും ഒന്നുമില്ല. നിങ്ങളതാണ്. ഭഗവാൻ മാത്രമേ ഇവിടെ ഉള്ളൂ. ജീവബോധം നിനക്ക് തരുന്ന ആ ബുദ്ധിയെ നീ എത്രയും വേഗത്തിൽ തള്ളിക്കളയണം. ഈ ഭഗവാനോട് ചേരണം. ഞാൻ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഭഗവാനോട്. അതൊക്കെ തന്നെ ഭഗവാനിൽ നിന്ന് അന്യമായി കാണുമ്പോൾ ആ അജ്ഞാന ദശയിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അതിനെയൊക്കെ നീ തള്ളിക്കളയണം. അപ്രകാരം നീ ആ മനോഭാവം നീക്കുന്ന സമയം നീ എന്നെ പ്രാപിച്ചു കഴിഞ്ഞു എന്ന് എൻ്റെ ഗുരുനാഥൻ എന്നോട് അരുളി ചെയ്തു. ആയതറിഞ്ഞ് നീയും അങ്ങനെ ചെയ്യുന്ന പക്ഷം ആ തിരുവടികളിൽ നിനക്കും നിസ്സംശയം ചേരാം എന്നും ഗ്രന്ഥകാരനായ സ്വാമികൾ തൻ്റെ ശിഷ്യനോട് അരുളി ചെയ്തു. ഗ്രന്ഥകാരൻ്റെ ശിഷ്യനാരാണ്? നമ്മളൊക്കെ തന്നെ. ഈ ഗ്രന്ഥകാരൻ്റെ ശിഷ്യനാരാണ്? ശ്രോതാക്കളും ഭക്താവും നമ്മളൊക്കെ ഈ ഗ്രന്ഥകാരൻ്റെ ശിഷ്യന്മാരാണ്. അപ്പോൾ ഇങ്ങനെ വേണം ആ ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ. ഇന്നലെ പറഞ്ഞതുപോലെ നാളെ രാവിലെ 10:30 10:30 ശ്രീകാര്യത്ത് ഒരു പ്രഭാഷണമുണ്ട്. പറ്റുന്നവർ പങ്കെടുക്കും. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.